നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇന്നും കേരളീയ യുവതയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് PSC. വർഷം 30 മുതൽ 50 ലക്ഷം വരെ യുവതി യുവാക്കളാണ് വിവിധ PSC പരീക്ഷകൾ എഴുതുന്നത്. വർഷം 200 മുതൽ 300 വരെ തസ്തികകളിലേക്കാണ് പരീക്ഷ നടക്കുക. വർഷം 30,000 മുതൽ 30,000 മുതൽ 36,000 വരെ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവും PSC ആണ്. സർക്കാർ ജോലി നൽകുന്ന സുരക്ഷിതത്വം ഇന്നും മലയാളി ചെറുപ്പക്കാരുടെ ഒന്നാമത്തെ പരിഗണന തന്നെയാണ്. രാജ്യത്തെ തൊഴിൽ നിയമങ്ങളിൽ വെള്ളം ചേർത്തതോടെ സ്വകാര്യ മേഖലയിൽ തൊഴിൽ സുരക്ഷിതത്വം എന്നത് സങ്കല്പം മാത്രമായ ഇക്കാലത്ത് തൊഴിൽ സുരക്ഷിതത്വം ഏറ്റവും പ്രധാനമാണ്. അവിടെ ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് സർക്കാർ ജോലി. കഷ്ടപ്പെട്ട് പഠിച്ചാൽ ശുപാർശ ചെയ്യാനും സ്വാധീനിക്കാനും ആളില്ലാത്ത സാധാരണക്കാർക്കും റാങ്ക് പട്ടികയിൽ ഇടം പിടിക്കാനും തൊഴിൽ ലഭിക്കാനും സാഹചര്യമുണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ വിശ്വാസ്യതയ്ക്ക് മേലുണ്ടാകുന്ന ചെറിയ പോറലുകൾ പോലും വലിയ ആഘാതങ്ങളാണ് ഉണ്ടാക്കുക. സംസ്ഥാന ആസൂത്രണ ബോർഡിൽ 1.25 ലക്ഷം രൂപ അടിസ്ഥാന ശമ്പളമുള്ള ഉയർന്ന തസ്തികകളിലേക്ക് നടത്തിയ പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിലുണ്ടായ വലിയ വീഴ്ചയാണ് ഇപ്പോൾ ഈ വിശ്വാസ്യതയ്ക്ക് മേൽ ചോദ്യങ്ങൾ ഉയർത്തുന്നത്. പരീക്ഷയിൽ 58 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് മൂല്യനിർണ്ണയം നടത്താതെയാണ് റാങ്ക് പട്ടിക തയ്യാറാക്കിയത്. 3ാം റാങ്കുകാരനായ ശ്യാം കൃഷ്ണ വാങ്ങിയ വിവരാവകാശ രേഖകളിൽ നിന്നാണ് ഈ അട്ടിമറിയുടെ തെളിവുകൾ പുറത്തു വന്നത്. തുടർന്ന് റാങ്ക് പട്ടിക റദ്ദാക്കുകയും ഇതുകൂടി ഉൾപ്പെടുത്തി പുനർമൂല്യനിർണ്ണയത്തിന് തീരുമാനമെടുക്കുകയും അന്വേഷണം നടത്താൻ തീരുമാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ എവിടെയെങ്കിലും അട്ടിമറി നടന്നിട്ടുണ്ട് എങ്കിൽ അതിലെ കുറ്റക്കാരെ കണ്ടെത്താനും തക്കതായ ശിക്ഷ നൽകാനും PSCയുടെ മറ്റു പരീക്ഷകളിലും സമാനമായ രീതിയിൽ ഏതെങ്കിലും അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും അതില്ല എന്ന് ഉറപ്പുവരുത്താനുമുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും PSCക്കും സർക്കാരിനുമുണ്ട്. ഇല്ലെങ്കിൽ നഷ്ടമാവുക PSCയുടെ വിശ്വാസ്യതയാകും, ചെറുപ്പക്കാരുടെ പ്രതീക്ഷയാവും. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ രാധാകൃഷ്ണൻ, ഈ PSCയിൽ പരീക്ഷ എഴുതുക, അവിടെ ശുപാർശയോ സ്വാധീനമൊന്നും ഇല്ലെങ്കിലും പഠിക്കുന്ന ആളുകൾക്ക്, കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവിടെ ഒരു തൊഴിൽ കിട്ടും എന്നുള്ളൊരു വിശ്വാസ്യത എപ്പോഴും മലയാളിക്കുണ്ട്. ആ വിശ്വാസ്യതയിലാണ് ഇപ്പോൾ ചോദ്യങ്ങൾ ഉയർന്നിരിക്കുന്നത്. ഒരു പരീക്ഷയിൽ 10 ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം നടത്താതെ ഒരു റാങ്ക് പട്ടിക ഉണ്ടാക്കുന്നു. റാങ്ക് പട്ടികയിൽ വന്ന ആളുകളെ സംബന്ധിച്ച് സംശയം വരുന്നു. ഇതിലൊരു വ്യക്തത ഉണ്ടാവേണ്ടതല്ലേ? നമ്മുടെ സിസ്റ്റത്തോടുള്ള ആ ഒരു വിശ്വാസം പൊതുവെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ട് വളരെ കാലങ്ങളായല്ലോ ശ്രീ കിരൺ. നമ്മളെ ഇന്നലെയും സമാനമായിട്ടുള്ള വിഷയമാണ് നമ്മൾ നീറ്റ് പരീക്ഷയുടെ വിഷയം, അതിനു മുമ്പ് കീമിന്റെ വിഷയം, എവിടെയും അഴിമതി, ക്ഷേത്രങ്ങളിൽ വിഷയം, ആദർശങ്ങൾ പറഞ്ഞുകൊണ്ട് ക്ഷേത്ര ഭരണങ്ങളിൽ വന്നിട്ട് അവിടെ വിഷയം, ഇവിടെ ഇതിന്റെയൊക്കെ പിന്നിലെല്ലാം വിഷയം ഒന്നാണല്ലോ. നമുക്ക് പല രീതിയിലുള്ള സാങ്കേതികമായിട്ട് PSC വേറെ, അമ്പലം വേറെ, അവിടെ ഇതെല്ലാം ഓരോന്നും വേറെ ആണെങ്കിലും എല്ലാ അഴിമതിയാണല്ലോ ഇത്. നമ്മൾ ആശ്രിതരെയും ബന്ധുക്കളെയും വീട്ടുകാർക്കും വേണ്ടി അധികാരികൾ, അത് ഏത് മേഖല, PSCയിൽ ഇരിക്കുന്നവരാവട്ടെ അല്ലെങ്കിൽ സർക്കാർ തലത്തിലാവട്ടെ, എല്ലാം സ്വജനപക്ഷപാതം എന്ന സ്വാർത്ഥതയിലേക്ക് മനുഷ്യന്റെ സാമൂഹിക പ്രതിബദ്ധതയും നീതിയും ന്യായവും എല്ലാം ഈ പുതിയ യുഗത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും അല്ലെങ്കിൽ എൻ്റെ ആൾക്കാരും എന്നുള്ള തലത്തിലേക്ക് ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് നമ്മുടെ ഭരണഘടനാ വിചക്ഷണന്മാരെല്ലാം നമ്മുടെ ഭരണഘടനയിലും അതിൽ തൊട്ട് നമ്മുടെ അധികാര സ്ഥാനത്തേക്ക് സത്യപ്രതിജ്ഞ ഒക്കെ ചെയ്യുമ്പോഴും ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഞാനുമായിട്ട് ബന്ധപ്പെട്ടവർക്കോ സ്വജനങ്ങൾക്കോ സ്വജനപക്ഷപാതമോ ഒന്നും കാണിക്കത്തില്ലെന്ന് പറഞ്ഞാണ് അവർ ഈ വിവിധ ദൈവങ്ങളെയൊക്കെ പിടിച്ചും അതുപോലെ തന്നെ ഭരണഘടനയിലേക്ക് തൊട്ടും ഒക്കെ പലരും എല്ലാം ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്നല്ലാതെ PSC ആകട്ടെ എവിടെയായാലും സ്വജനപക്ഷപാതം. താഴെ തട്ടുള്ള ഒരുത്തൻ ഒരു ന്യായമായ കാര്യം പറഞ്ഞു ചെന്നാലും അവനെ ആദർശം പഠിപ്പിക്കുക. അയ്യോ, നമ്മൾ ഭയങ്കര കക്ഷികളാണ്, നമ്മൾ ആദർശത്തിന്റെ ആൾരൂപങ്ങളാണ്. അത് താഴെത്തട്ടിലുള്ളവരുകൾ കേട്ടോ. രാധാകൃഷ്ണ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്നും. ശ്രീ മഹി,
അതീവ ഗുരുതരമായ ആരോപണമാണ്. 1.25 ലക്ഷം രൂപ അടിസ്ഥാന ശമ്പളമുള്ള ഏറ്റവും കൂടുതൽ ശമ്പളം PSC നൽകുന്ന ഒരു തസ്തികയിലേക്കുള്ള പരീക്ഷയിലാണ് ഈ ക്രമക്കേട് നടന്നതെന്ന് പറയുന്നത്. അത് അന്നത്തെ ഭരണപക്ഷത്തെ ചില സംഘടനകളുടെ ആളുകൾക്ക് അതിൽ കയറാൻ വേണ്ടിയാണ് ഇത്തരം അട്ടിമറി നടത്തുന്നത് എന്നാണ് ആരോപണം വരുന്നത്. മുമ്പും സമാനമായ ചില ആരോപണങ്ങൾ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിലൊക്കെ PSC പരീക്ഷയിൽ ചില അട്ടിമറികൾ നടന്നതൊക്കെ പിന്നീട് ചില അക്രമ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ PSCയുടെ വിശ്വാസ്യത സംരക്ഷിക്കാൻ കഴിഞ്ഞ ഇടതു സർക്കാരിന് കഴിഞ്ഞിട്ടില്ലേ? മഹിയുടെ കോൾ കട്ടായെന്ന് തോന്നുന്നു. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് പറയാം. നമസ്കാരമുണ്ട്. ഇതിപ്പോ സംഗതി ശരിയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവരെ CBI കോടതി അന്വേഷിക്കണം. എന്നിട്ട് അവരെ CBI അന്വേഷിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു വിശ്വാസത ഉണ്ടായിരുന്നു. കാരണം ഈ കുട്ടികളെ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുക, എന്നിട്ട് PSCക്ക് എഴുതുക, എന്നിട്ട് അത് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുക, ആ മാർക്ക് ദാനം ചെയ്യുക. ഇപ്പൊ നീറ്റിൽ കുറെ കുട്ടികൾ മരിച്ചു. ഇപ്പൊ ഇനി ഇവിടെ ഇങ്ങനെ അത് അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ആര് നടത്തിയാലും ശരി അവരെ ശിക്ഷ കണ്ടുവെക്കണം, അവരെ ശിക്ഷിക്കണം. മാത്രമല്ല കഠിനമായ ശിക്ഷ കൊടുക്കണം. മേലിൽ ഇത് ആവർത്തിക്കരുത്. ഇവിടെ കഷ്ടപ്പെട്ട് പാവപ്പെട്ട് പെര പണയം വെച്ചൊക്കെ കുട്ടികളെ പഠിപ്പിക്കുക, എന്നിട്ട് അത് കഴിഞ്ഞാണ്ട് ഇന്ന ആൾക്ക് ഒതു കൊടുക്കി ആ മാർക്ക് വേണ്ടെന്ന് പറഞ്ഞു കൊടുത്ത് അത് മേലിലുണ്ടാകരുത്. ഈ ആളെ കണ്ടുപിടിച്ചിട്ട് അവരെ തൂക്കിക്കൊല്ലാൻ വിധിക്കണം എന്നുള്ളത് എനിക്ക് പറയാനുള്ളത് സാറേ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ KK നാസറാണ് മാനന്തവാടിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ KK നാസർ, സാധാരണക്കാരായ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് അവരുടെ മക്കൾക്ക് ഒരു സർക്കാർ ജോലി എന്നത്. അവിടെ ശുപാർശയോ സ്വാധീനമോ അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയോ ഒന്നുമില്ലാത്തവർക്കും തുല്യമായ നീതി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് PSC പരീക്ഷ ആളുകൾ എഴുതുന്നത്. പക്ഷേ അവിടെയും ഇത്തരം അട്ടിമറികൾ നടക്കുന്നു എന്ന സംശയങ്ങൾ വരുന്നത്, അത് ശരിയാണോ തെറ്റാന്നൊക്കെ തെളിയിക്കട്ടെ, പക്ഷേ അത്തരം സംശയങ്ങൾ വരുന്നത് ഈ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയെ തന്നെ ഇല്ലാതാക്കുന്നതല്ലേ? നമസ്കാരം സാർ. നമസ്കാരം സാറ് പറഞ്ഞത് വ്യക്തമായിട്ടുണ്ട് സാറേ. അത് ഒരുപാട് വിദ്യാർത്ഥികള് നമ്മൾ പഠിച്ച് ഭാവിയിൽ ഒരു ജോലി കിട്ടാൻ വേണ്ടിയാണ് എല്ലാവരും പ്രതീക്ഷയോടെ നിൽക്കുന്നത്. ആ പ്രതീക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ PSC പരീക്ഷയ്ക്ക് നമ്മൾ കഷ്ടപ്പെട്ട് പോയി എഴുതി നമ്മൾ അതിന്റെ റിസൾട്ടും കാത്തിരിക്കുന്നത്. ആ സമയത്ത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ മാനസികമായി വിദ്യാർത്ഥികളാണ് സാറേ വളരെ പ്രയാസപ്പെട്ടു പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ചെയ്യുന്ന കാര്യങ്ങളിലേക്കുള്ള നടപടികൾ അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാല് അതിനു വേണ്ടി കർശനമായ നടപടികൾ നമ്മുടെ സർക്കാർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും അവരെ ശിക്ഷിക്കുകയും ചെയ്യണമെന്നാണ് സാറേ എനിക്കും പറയാനുള്ളത്. കാരണം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മക്കൾ ആഗ്രഹിക്കുന്നത് ഒരു ജോലിയാണ്. ആ ജോലി നമുക്ക് സർക്കാർ ലഭിക്കണമെങ്കിൽ ഒന്നിക്കേണ്ട PSC അല്ലെ എംപ്ലോയ്മെന്റ് ആണ് നമുക്ക് ലഭിക്കുക. ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് മക്കൾ ഇന്ന് പഠിച്ച് വളരുന്നത്. അത് പഠിച്ച് ലാസ്റ്റ് ഇങ്ങനെ PSC പരീക്ഷകൾ എഴുതിയത് കിട്ടൂല എന്ന് കഴിയുമ്പോൾ ആത്മഹത്യന്റെ വക്കിൽ പോലും വിദ്യാർത്ഥികൾ എത്തിക്കൂടാ എന്നുള്ള ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വലിയ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് പറഞ്ഞത്. പലരുടെയും ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. അതിനുവേണ്ടി ഉറക്കം ഉളച്ചിരുന്ന് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സന്തോഷങ്ങൾ മാറ്റിവെച്ചടക്കം പരിശ്രമിക്കുന്ന എത്രയെങ്കിലും ആയിരക്കണക്കിന് വരുന്ന മനുഷ്യർ, ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിൽ. അനിയൻകുട്ടനെ കുറച്ച് കാലമല്ലോ കണ്ടിട്ട്. നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്. എന്താ ഇപ്പം പൊതുവേദിയിലേക്കൊന്നും വിളിക്കുന്നില്ല? പൊതുവേദിയിലെന്നും മിക്കവാറൊക്കെ വിളിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. അങ്ങോട്ട് കിട്ടുന്നില്ലെന്നില്ലേ? ശരി, ഓക്കെ. അനിയൻകുട്ടൻ അതേ രീതിയിലാണ് പോവാ. ഒത്തിരി പേര് നിരക്കല്ലേ, പിന്നെ ഞാനും പിന്നെ ഇതിനെ കിട്ടാതെ തിരക്കല്ലേ കൂടുതലല്ലേ, ഫസ്റ്റ് എടുത്തു. അത് ഇന്ന് വിളിച്ചാലും മൂന്നാമത് വിളിക്ക് കിട്ടിയാതെ. അനിയൻകുട്ടൻ എന്താണ് തോന്നുന്നത്? ഈ PSCയുടെ വിശ്വാസ്യതയ്ക്ക് സംബന്ധിച്ച് ചില സംശയങ്ങൾ, ചോദ്യങ്ങളൊക്കെ ഉയരുകയാണ് സാറേ. അത് PSCയിൽ നടക്കുന്ന സംഭവം 10 കൊല്ലമാണ് നടക്കുന്ന സംഭവം. ഇവിടെ വീടും പുരയിടും പണയം വെച്ച് കുട്ടികളെ പഠിപ്പിച്ച് രക്ഷകർത്താക്കളെ പഠിപ്പിച്ച് ഒരു ജോലി കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിലും ഏത് വീട്ടിലാണെങ്കിലും അങ്ങനെയാണ് രക്ഷകർത്താക്കളെ പഠിപ്പിച്ച് കുട്ടികൾക്ക് ജോലി കിട്ടാൻ വേണ്ടി പഠിപ്പിക്കുന്നത്. ഇത് PSCയിൽ പരീക്ഷ എഴുതി വിജയിച്ച് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടി കയറുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. അവിടെ നടന്ന അഴിമതി, കൊടും അഴിമതിയാണത്. ഈ 10 വർഷത്തിലെ എല്ലാ കേസുമായിട്ടും അന്വേഷിക്കണം. അത് കാര്യം കഴിഞ്ഞ സർക്കാർ കാണിച്ച് അവർ മുന്നേ വന്ന് മൈക്കിന് മുന്നേ വന്നപ്പോൾ വേറെയൊക്കെ പ്രസംഗിക്കും, പക്ഷേ അവരുടെ ഉള്ളിയിരിപ്പ് ഒരിക്കലും പുറത്തു വരികയില്ല. കഴിഞ്ഞ 10 വർഷത്തെ എല്ലാ വകുപ്പിലുള്ള അന്വേഷണവും നടത്തി UDF സർക്കാർ അന്വേഷിക്കണം. അന്വേഷിച്ചാൽ ഏത് വലിയ കൊമ്പനാന്ന് പറഞ്ഞാലും കൊണ്ടുവരണം. പിള്ളേരുടെ ഭാവിയെ നശിപ്പിച്ച് പിള്ളേരെ ഇതേ രീതിയിൽ തെരുവിലിറക്കി വിടുന്ന അതാ
ആര് ചെയ്താലും PSC ഇരിക്കുന്ന ഏതാന്ന് പറയാൻ അവനെ അന്വേഷിച്ച് CBI അന്വേഷണം നടത്തി അവനെ കർശനമായ ശിക്ഷ കൊടുത്ത് അവനെ സമൂഹത്തിൽ അവനെ കാണണം. കേരളത്തിലെ ജനങ്ങൾ, കുട്ടികളും കാണണം, രക്ഷകർത്താക്കൾ കാണണം, ലോകം കാണണം. അവനെ കെട്ടിത്തൂക്കണം. അവനെയൊക്കെ കരുതിന് പിടിച്ചിറക്കി കടയിൽ കൊടുത്തോളാം അവനെയൊക്കെ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. സേനൻകുട്ടൻ ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്ന്. ഫാദർ സാമുവൽ, ഈ ചെറുപ്പക്കാരെ സംബന്ധിച്ച് വലിയൊരു പ്രതീക്ഷയാണ് PSC. അവിടെ അതിൻ്റെ ഒരു വിശ്വാസ്യത അത് അത്രത്തോളം പ്രധാനമാണ്. അതിൽ ഇപ്പോൾ വിള്ളൽ വീണിരിക്കുന്നു, അല്ലെങ്കിൽ അതിൽ സംശയങ്ങൾ വന്നിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? PSCയുടെ വിശ്വാസം നഷ്ടമായിട്ട് കാലങ്ങൾ കുറെ ആയി. ഒന്നല്ല, മുമ്പേ വിശ്വാസം നഷ്ടമായല്ല. അന്വേഷണം എവിടെയെങ്കിലും എത്തുമോ? ബന്ധപ്പെട്ടവർ ശിക്ഷിക്കപ്പെടുമോ? ഏത് കാര്യത്തിലാണ് ഇപ്പൊ ഇവിടെ അന്വേഷണം ശരിക്കും നടക്കുന്നത്? നമുക്കറിയാലോ, പല കാര്യങ്ങളിലുണ്ട്. കളവിന്റെ പല മേഖലകളുണ്ട്. അവിടെയൊക്കെ അന്വേഷണം എങ്ങനെ മട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഒന്നിനൊരു വേഗതയില്ല. ഇപ്പൊ നീറ്റാണ് ഒരു വശത്ത്, PSC ആണെങ്കിൽ മറുവശത്ത്. ഇതൊക്കെ സാധാരണ യുവതിയുവാക്കന്മാരുടെ ഭാവി അന്ധകാരത്തിലാക്കുന്നതാണ്. ഇതിനെ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം. ഏത് അന്വേഷണവും ബഹുമാനപ്പെട്ട കോടതി ആയാലും സർക്കാർ ആയാലും തക്കതായുള്ള ശിക്ഷ കഴിയുന്ന വേഗം നൽകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഓക്കെ, ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഈ വിശ്വാസിയെ സംരക്ഷിക്കണം. ഫാദർ പറയുന്നത് നേരത്തെ തന്നെ വിശ്വാസിയെ നഷ്ടമായി എന്നുള്ള അത്തരം ആശങ്കകൾ നേരത്തെ ഒക്കെ ഉയർന്നിരുന്നു. ശ്രീ നാരായണനാണ് കാസർഗോഡും. ശ്രീ നാരായണൻ, ഒരു പരീക്ഷ എഴുതുന്ന കുട്ടികളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ എഴുതിയ കുട്ടികളല്ല, യുവാക്കളും യുവതികളും ഒക്കെയാണ്. അവർ ഞങ്ങൾ എഴുതിയ പരീക്ഷയുടെ ഞങ്ങളുടെ എഴുതിയ ഉത്തരത്തിനനുസരിച്ച് റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും എന്നാണ്. പക്ഷേ അതിലൊക്കെ അട്ടിമറി നടക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ മുഴുവൻ വിശ്വാസ്യതയെ ബാധിക്കുന്നല്ലേ അത്? അതെ, ശ്രീ നാരായണൻ പറഞ്ഞോളൂ. സാർ, ഈ ഞാൻ പറയുന്നത് ഇപ്പൊ PSC മാത്രം സാർ, ഈ എംപ്ലോയ്മെന്റ് ലോക ഉടായ്പാന്ന്. ഞാൻ പേര് വെച്ചിട്ട് അന്നെ ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ല. PSC അല്ല, എംപ്ലോയ്മെന്റ്. ഓക്കെ. എന്റെ കൂടെ കുറെ രാഷ്ട്രീയക്കാർക്കെല്ലാം ജോലി കിട്ടിയിട്ടുണ്ട്. അത് എഴുത്ത് ജില്ലാ സെക്രട്ടറി എഴുത്തെല്ലാം വാങ്ങി അവരുടെ കാര്യം എനിക്ക് മാത്രം കിട്ടിയില്ല. താങ്കൾ എന്താണ് പഠിച്ചത്? എന്തായിരുന്നു? ഞാൻ SSC പൈലറ്റ് ഓട്ടോറിക്ഷ ഓട്ടിക്കൊണ്ടായതാണ്. അപ്പൊ ഈ അത് മാത്രമല്ല, ഈ എംപ്ലോയ്മെന്റ് ലോകത്തെ എംപ്ലോയ്മെന്റ് നിങ്ങൾക്ക് എന്റെ ഭാര്യ കുറെ ആൾക്കാർ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. ശരി, ഓക്കെ. നാരായണന്റെ അഭിപ്രായം അങ്ങനെയാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടും ഒരു തൊഴിലിനും താൽക്കാലികമായി പോലും വിളിച്ചിട്ടില്ല എന്നുള്ളത്. രാധാകൃഷ്ണനാണ് വൈറ്റിലയിൽ നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിൽ ഏറ്റവും വിശ്വാസ്യത ഉണ്ടായിരിക്കേണ്ട സ്ഥാപനങ്ങളിൽ ഒന്നാണ് PSC. പക്ഷെ അവിടെയാണ് ഇപ്പോൾ സംശയത്തിന്റെ കരിനിഴൽ വീഴുന്നത്. നമസ്കാരം. PSC ശരിക്കും വിശ്വാസം നഷ്ടപ്പെടുത്തി. കാരണം ചെറുപ്പക്കാരുടെ പ്രതീക്ഷയും ജീവിതവും നഷ്ടപ്പെടുത്തിയത്. കാരണം നമ്മളിപ്പോ സാമ്പത്തികമൊന്നും കൊടുക്കാതെ നമ്മൾക്ക് നേരിട്ട് കയറാൻ പറ്റിയൊരു ഇതാണ്. നമ്മൾ കണ്ടാണ് ഈ മുട്ടിലഴയിലും മറ്റുമൊക്കെ നടത്തുക. പക്ഷെ അവിടെ വേറെ കാര്യം, ഇവിടെയൊക്കെ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ദല്ലാളുകളാണ് പുറംവാതിലൂടെ നിയമനം നടത്തുന്നത് എല്ലാത്തിനും. ഇതൊക്കെ എടുത്ത് ആദ്യം കളയണം. ഈ ദല്ലാളുകൾക്കൊക്കെ എന്താ പണി? അവര് വന്നിട്ടാണ് ഈ കാശും മേടിച്ച് മറ്റവർക്ക് കാശും കൊടുത്തിട്ട് ഇത് പുറംവാതിലൂടെ കടത്തിവിടുന്നത്. അപ്പൊ എന്താ വെച്ചാൽ ഇവിടെ പഠിച്ച് വരുന്ന ആളുകൾക്കൊന്നും കിട്ടാതെയാവും. ആർക്കും കിട്ടാനില്ല, പ്രതീക്ഷയില്ല. എല്ലാരും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കണേന്ന്. കാരണം ഇവിടെ ജോലിക്ക് ഇപ്പോഴും ചെറുപ്പക്കാർ പറയണ, നമ്മൾ ചോദിക്കുമ്പോൾ പറയണ, ഇവിടെ എഴുതിയിട്ട് എന്താ കാര്യം, ഇവിടെ എഴുതിയാലും ജോലി കിട്ടൂല, ജോലി കിട്ടണമെങ്കിൽ വല്ല പുറത്തേക്ക് പോകണമെന്നാ പറയണ. കാരണം കിട്ടാത്ത ഒരവസ്ഥ. ഇത് മാത്രമല്ല, എല്ലാ മേഖലകളിലും ഇത് തന്നെയാണ് അവസ്ഥ. ഇപ്പൊ നമ്മളിത് പറഞ്ഞില്ലേ, ഇപ്പൊ ഈ മുന്നേ പറഞ്ഞ പോലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഇവിടെയൊക്കെ നടക്കണ എന്താ? സീനോട്ടി അനുസരിച്ചല്ല. അവര് നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാൽ അവര് സീനോട്ടിലേക്ക് ആക്കി തരും. ആക്കി അവര് മേടിച്ച് നമുക്ക് ഇത് തരും. അങ്ങനെ നടക്കുള്ളൂ. അല്ലാതെ നമ്മൾ നോക്കിയിരുന്നാലൊന്നും കിട്ടൂല. എല്ലായിടത്തും ഇതുപോലെ ദല്ലാളുകളെ വെച്ച് അവരാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യണം. കഴിഞ്ഞ 10 വർഷം ഈ ഇടതുപക്ഷ സർക്കാർ തകർത്ത് കളഞ്ഞാണ് ചെറുപ്പക്കാരുടെ ജീവിതം. അതാണ് ഏറ്റവും വലിയ കഷ്ടം. നമ്മൾ കണ്ടാണ് പോലീസിലേക്ക് കയറിയേക്കണ ജാഥക്ക് നിന്നിട്ട് പിടിച്ചേക്കാം. ക്രിമിനൽ കേസ് പ്രതികളാ ഇത്രയും ആളുകളെയൊക്കെ ഇങ്ങനെ കൊടുത്തേക്കണേ. പിന്നെ ഈ ഡെയിലി വേസ് ഒന്നും പണ്ട് ഒത്തിരി നിയമനം നടത്തിയിട്ടുണ്ട് എല്ലായിടത്തും. അതെല്ലാം എടുത്ത് ആദ്യം കളയണം. കാരണം അങ്ങനെ വെച്ചേക്കുന്നത് തന്നെ പല ചെറുപ്പക്കാരുടെയും ജീവിതം പോണ പണിയാണ് കാണിച്ചു വെച്ചേക്കുന്നത്. ഈ ഇഷ്ടമുള്ളവർ തിരികെ കയറ്റാ,
അർഹതപ്പെട്ടവർക്ക് കിട്ടാതെ പോവുക. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശാപം. അപ്പൊ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് മാന്യമായിട്ട് PSC വഴിയാണ് ഈ PSC വഴി നിയമനം നടത്തണം. അല്ലാത്ത നിയമനങ്ങളൊക്കെ എടുത്ത് മാറ്റണം. അതൊക്കെ പരിശോധിച്ച് സർക്കാർ ചെയ്താൽ ഗുണം കിട്ടും. അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാർ പ്രതീക്ഷ ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇതെനിക്ക് പറയാനുള്ളത്. അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ആനന്ദാണ്, കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ആനന്ദ്, അതീവ ഗുരുതരമായ ഒരു ആരോപണമാണ്. ഒരു പരീക്ഷയിൽ 58 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് മൂല്യനിർണ്ണയം നടത്താതെ ആ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. അവസാനം പലതവണ ചോദിച്ചിട്ടും അതിൻ്റെ ഉത്തരപേപ്പറിൻ്റെ പകർപ്പ് കിട്ടുന്നില്ല. ഒടുവിൽ അതിൻ്റെ പകർപ്പ് വിവരാവകാശ രേഖ പ്രകാരം കിട്ടുന്നു. അപ്പോൾ അത് നോക്കിയപ്പോഴാണ് ഈ സത്യം ബോധ്യപ്പെട്ടത്. സമാനമായ തട്ടിപ്പുകൾ ഒരു ഉദ്യോഗാർത്ഥി ഇറങ്ങിത്തിരിച്ചത് കൊണ്ടാണ് അത് വെളിവായത്. സമാനമായ തട്ടിപ്പുകൾ മറ്റ് പല പരീക്ഷകൾ നടന്നിട്ടുണ്ട് എന്നുള്ള സംശയങ്ങളടക്കം ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാറേ, അതായത് ഞാൻ PSC ടെസ്റ്റ് എഴുതിയ ആളാണ്. അതായത് ഏകദേശം കുറേ കാലം എൻ്റെ സുഹൃത്തുക്കൾ സമയം പോയതല്ലാതെ നമുക്ക് ഇത് കിട്ടിയില്ല. റാങ്ക് ലിസ്റ്റ് വരും, മറ്റാരൊക്കെയാണ് അവർ നിയമിക്കുന്നത്. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. ഇലക്ഷൻ എടുക്കുമ്പം ഇവരൊരു മുഖത്ത് കുറച്ച് ഇരിയും മാറ്റി തേച്ച് കുറച്ച് നാടകം കളിച്ച് അഭിനയിച്ച് ഇങ്ങോട്ട് വന്ന് നമുക്ക് വോട്ടൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വോട്ട് ചെയ്യുന്നു. ശരിക്കും നമ്മൾ വോട്ട് ചെയ്യുന്നത് നമ്മൾ മണ്ടരാകുന്നു. ഇതെവിടെ സംഭവിക്കുന്നത്? നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയോ പേര് പുറത്തോട്ട് പോകുന്നുണ്ട്. അവരാണെങ്കിൽ എന്തുകൊണ്ടാ പോകുന്നത്? അവർക്ക് പ്രതീക്ഷ അറ്റട്ടാണ്. ഏതൊരു സാധാരണക്കാരന്റെ മക്കളെ അവർ ആഗ്രഹിക്കുന്ന എന്റെ മകനെ അല്ലെ എന്റെ മകളെ സേഫായിട്ട് ഒരു സ്ഥലത്ത് ആക്കണം, അതുകൊണ്ട് ഒരു സർക്കാർ ജോലി തന്നെ വേണം, അതിന് പഠിക്കുക എന്നായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ പറയുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് പോലും അവർ പറയുന്നത് എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിട്ട് ഇവിടുന്ന് പുറത്തു പോകണം. കാര്യം ഇവിടെ യൂത്ത് ഇല്ല സാറേ. ഇത് വലിയൊരു വേറൊരു തകർച്ചയിലോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് മൊത്തം അഴിമതി എന്ന് പറഞ്ഞാൽ അഴിമതിയുടെ കൂമ്പാര് അളിയനെ അനിയനെ തുടങ്ങി നിയമിച്ചുകൊണ്ടിരിക്കുക. അത് പിൻവാതിൽ ഇപ്പൊ തന്നെ വന്നിട്ടുണ്ടല്ലോ സാധാരണ റിപ്പോർട്ടിൽ കണ്ടു കാണുമായിരിക്കും. അപ്പം പലരെയും നിയമിക്കുന്നുണ്ട്. അപ്പൊ ഇതാ സാറേ ആദ്യം മാറ്റണമെന്നേ. ഈ അഴിമതി ഫുള്ളായിട്ട് മാറണം. നമ്മുടെ നാട്ടിൽ ഇനി അത്ര അഴിമതി മാറ്റുമോ, ഇനി എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്നില്ല. ശരി, താങ്കൾക്ക് അത്രത്തോളം നിരാശ എന്തായാലും വേണ്ട. നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിൽ ഇടപെടുകയും അതിൽ പരിശോധനകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ തീരെ തകർന്ന ഒരു സിസ്റ്റമല്ല. പക്ഷേ ആ സിസ്റ്റത്തിൽ കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് കണ്ടാൽ അത് പരിശോധിച്ച് തിരുത്തുകയാണ് വേണ്ടത്. അല്ലാതെ ആകെ നിരാശരായി പോയി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ശ്രീ റജിയാണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ റജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ PSC എന്നൊക്കെ പറയുമ്പോൾ ചെറുപ്പക്കാരെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്, നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിലൊക്കെ കൂടി അതിലാണിപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നത്. ഞാൻ ഈ ന്യൂസ് 8ക്ക് ആദ്യം എന്റെ ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുക കേട്ടോ. ഇത് യുവാക്കളുടെ ഒരു മുഖമാണ് നിങ്ങൾ. സത്യം ആത്മാർത്ഥമായി ഞാൻ പറയാം. എന്ത് സ്റ്റഡിയാ ഗൗരവതരമായി എടുക്കേണ്ട വിഷയങ്ങൾ ചർച്ചയ്ക്ക് എടുത്ത് നിങ്ങളെ അഭിനന്ദിക്കുന്നു. പിന്നെ ഈ PSCയെ സംബന്ധിച്ച് KG അടിയോടി മുതൽ ഒരു നെടുമുടിക്കാരൻ V ഗോപാലകൃഷ്ണക്കുറുപ്പ് എന്ന് പറയുന്ന അദ്ദേഹം വരെ ഇരിക്കുമ്പോൾ ഇതൊരു ജനകീയ പ്രസ്ഥാനമായിരുന്നു. അതിന് ശേഷമാണ് ഈ കഴിഞ്ഞ 10 വർഷക്കാലം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഈ അവരുടേതായിട്ടുള്ള സകല രാഷ്ട്രീയ ഇടപെടലൊക്കെ നടത്തി PSCയിൽ നിന്ന് ചോദിക്കാതെ അവരുടേതായിട്ടുള്ള ആളുകളെ അനധികൃതമായി മാർക്ക് കൊടുത്ത് മേൽസ്ഥാനങ്ങളിൽ ഇരുത്തുകയും എന്നാൽ ലോ ക്ലാസ് ആയിട്ടുള്ള ജീവനക്കാരെ എടുക്കുന്നതിനൊരു തയ്യാറാകുകയോ ഒന്നും ചെയ്യാതെ PSCക്ക് അയക്കാതെയും ഇപ്പൊ തന്നെ ആലപ്പുഴയിലൊക്കെ എനിക്ക് നേരിട്ടറിയാവുന്ന കുറെ അധികം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മുഴുവൻ പാർട്ടി പ്രവർത്തകരാണ് ഇരിക്കുന്നത്. ഞാൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പം സംഭവിച്ചിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം. ഇത് എംപ്ലോയ്മെന്റിന് പോലും അയക്കത്തില്ല. എംപ്ലോയ്മെന്റിനെ പോലും നോക്കൂത്തി ആയിക്കൊണ്ട് അവരുദ്ദേശിക്കുന്ന ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കളക്ടറേറ്റിലൊക്കെ ശരിക്കും ഇരിപ്പുണ്ട് ജോലിക്കാർ, ഡ്രൈവർമാരായിട്ട് വരെ ഇരിപ്പുണ്ട്. ഇതൊന്നും PSC എന്ന് അറിയിക്കുക എംപ്ലോയ്മെന്റിൽ നിന്ന് എടുക്കുക ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത്രയും ഈ സാമൂഹ്യ വിപത്ത് പിഴുതെറിയാൻ ഈ സർക്കാരോ ബന്ധപ്പെട്ടവരോ ഈ ന്യൂസ് 8 ഇതേ പിന്തുടരണമേ എന്ന് വിനീതമായ ഒരു അഭ്യർത്ഥന കൂടി നിർത്തുന്നു. ശരി, താങ്കളുടെ അഭിപ്രായത്തിന് നന്ദി. ശ്രീ ബാലനാണ് പാലക്കാട് നിന്ന്. ശ്രീ ബാലൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ PSCക്കെതിരായി ഉയരുന്ന ആരോപണങ്ങൾ അത് കഴമ്പുള്ളതായിരിക്കുമോ? നമസ്കാരമുണ്ട്. PSC എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ മറ്റേ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു കോമഡി ആയിട്ട് കുറച്ച് വർഷങ്ങളായി. അതിന്റെ ഒരു മരണം പൂർത്തിയായത് വേണമെങ്കിൽ കഴിഞ്ഞൊരു 10 വർഷത്തിനുള്ളതെന്ന് പറയുന്നത്.
കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ PSC റാങ്ക് ലിസ്റ്റ് പിള്ളേര് ഉറക്കൊഴിച്ച് പഠിച്ചിട്ട് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് പുതുക്കി 45 വയസ്സും 50 വയസ്സും അവസാനം ജോലി കിട്ടണമെങ്കിൽ തന്നെ 4-5 വർഷം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഏത് സർക്കാർ വന്നാലും, ഞാനൊരു 2 വർഷം അനുഭവങ്ങളുണ്ട്, ഞാൻ പറഞ്ഞത് ഏത് സർക്കാർ വന്നാലും സർക്കാരെ കുറച്ച് പേരെ കുത്തിയിരുകാറുണ്ട്, എവിടെയും നടക്കാറുണ്ട് പറയും. ഇതെങ്ങനെ വേണ്ടൊക്കെ ഇപ്പൊ KSRTC ഒഴിവുണ്ടെങ്കിൽ ആ ഒഴിവുകളിലേക്ക് PSCക്ക് റിപ്പോർട്ട് ചെയ്താലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അത് റിപ്പോർട്ട് ചെയ്യില്ല. അത് താൽക്കാലികമായിട്ട് കുറച്ച് പേര് ബന്ധപ്പെട്ടവരെന്ന് വെച്ചു അവരൊരു 6 മാസം 7 മാസം കഴിഞ്ഞ് അവരെ തിരുപ്പെടും. അത് പിന്നെ ഹോസ്പിറ്റലിൽ ഏത് മേഖലയിലായിക്കോട്ടെ അങ്ങനെ അങ്ങോട്ട്. ഇപ്പൊ കഴിഞ്ഞ ഇതിലാണ് ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 1ാം റാങ്കിൽ ഈ PSCയിൽ പഠിച്ച് പാസ്സായിട്ട് 1ാം റാങ്കിനെ മറികടന്നിട്ടാണ് 3ാം റാങ്കിലൂടെ ഒരാൾ പഠിക്കരുത്. ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അത് കൂവറുടെ ഇടപെട്ടാണ് പറഞ്ഞത്. അങ്ങനെ തന്നെ കണ്ണൂർ സർവകലാശാലയിൽ നല്ല പറഞ്ഞു, അവിടെ സഹധർമ്മിണി സർവകലാശാല ആളുകൾ പറഞ്ഞു. ഒരുവിധമുള്ള നേതാക്കന്മാരെ ഭാര്യമാര് ഫുള്ളായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്റെ നാട്ടിലെ എന്റെ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ആർക്കൊക്കെ കൊടുത്തോട്ടെ, എന്റെ നാട്ടിൽ ഞാൻ അറിയുന്ന ഒരു ബ്രാഞ്ച് സെക്രട്ടറി 10ാം ക്ലാസ് പഠിച്ച ഒരാൾക്ക് സർക്കാർ ഹോസ്പിറ്റലിൽ കുറച്ച് ജോലിക്ക് പോയി. ആ ആളിനെ സ്ഥിരപ്പെടുത്തി. ഭാര്യ ഒരു വനിതാ ക്യാൻറ്റീൻ നടത്തിയിരുന്നു. ഭാര്യ ഇപ്പൊ മൃഗാശുപത്രിയിൽ ജോലിയായി. ഒരു മകൻ ഓട്ടോറിക്ഷയ്ക്ക് പോയിട്ട്, ഇതൊക്കെ ശരാശരി വിദ്യാഭ്യാസമുള്ള ഓട്ടോറിക്ഷ ചോദിച്ചൊന്ന് പിന്നെ വില്ലേജ് ഓഫീസിൽ ജോലിക്ക് കയറി. ഇതൊക്കെ എങ്ങനെ നടക്കണം നോക്കണം. ഇവിടെ റാങ്ക് ലിസ്റ്റിൽ വന്ന് പുതുക്കിട്ട് 50-60 വയസ്സാവരെ ഇവർക്ക് ചെയ്തൂടെ? ഇത് ഇനിയെങ്കിലും കഴിഞ്ഞ ചരിത്രം പെടുന്ന ഇനിയെങ്കിലും ഈ PSC എന്നുള്ളതിനൊരു വിശ്വാസം നിലനിർത്തണമെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ശരി ഭായി. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ ഷഹീനാണ്, എറണാകുളത്ത് നിന്നാണ്. ഷഹീൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ PSCയുടെ വിശ്വാസ്യത നഷ്ടമാകുന്ന തരത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? അതെ അതെ അതെ. ഇന്നത്തെ യുവജനങ്ങൾ വളരെ കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഭയങ്കര ഫോൺ ചേർത്ത് പറയുമോ? ഓക്കെ. ഇപ്പൊ ശിക്ഷ എന്ന് പറയുന്നത് ഭയങ്കര ലോയാണ്. വളരെ ഇതായിട്ടാണ് നമ്മുടെ സിസ്റ്റം ഇപ്പോൾ പോകുന്നത്. ശ്രീ ഷഹീൻ, താങ്കൾ പറയുന്നത് വ്യക്തമാകുന്നില്ല, അതുകൊണ്ട് അടുത്ത ആളിലേക്ക് പോവുകയാണ്. രാജനാണ് പയ്യോളിയിൽ നിന്ന്. ശ്രീ രാജൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു, തുടർന്ന് PSC നടപടിയെടുക്കുന്നു, ഇപ്പോൾ അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു, സർക്കാർ തന്നെ വിപുലമായ ഒരു അന്വേഷണത്തിന് ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അത്തരത്തിൽ ഒരു അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തി അതിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കുകയല്ലേ വേണ്ടത്? നമസ്കാരമുണ്ട് സാർ. ഞാൻ ആദ്യം പറഞ്ഞ 2-3 വാക്ക് പറഞ്ഞ സാർ. ഇതിനു മുന്നേ ഒരു പോലീസിന്റെ ഒരു കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് ഒരു PSC ഇത് വന്ന് അത് പാർട്ടിക്കാരൊക്കെ കയറ്റി അതിനെല്ലാം ഇതെല്ലാം വന്ന് എന്നിട്ട് എന്ത് നടപടിയെടുത്ത് ഞാനറിയില്ല സാർ. സാർക്ക് എന്തെങ്കിലും നടപടിയെടുത്തതായിട്ട് അറിവുണ്ടോ? ഇല്ല, അത് അവർക്കെതിരെ നിയമ നടപടികളൊക്കെ തുടരുകയാണ്. എപ്പോ ഇതിങ്ങനെ ഇത് മരണം വരെ ഇത് PSCന്റെ ആകെ സാറാ സാർ ഒരു 300 ആളുകളെ വേക്കൻസി ഉണ്ടെങ്കിൽ 3000 ആളെ ഇന്റർവ്യൂ ചെയ്ത് വിട്ടിട്ട് ഇവർ എന്തിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അതിന് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഇത് ഗവൺമെന്റിന്റെ പൈസ ഇങ്ങനെ കൊണ്ടുപോയി തിന്നാൻ വേണ്ടിയിട്ട് കുറെ ചാട്ടപട്ടമായ ആടെ കൊണ്ടുപോയി 3 ലക്ഷം ഉറുപ്പ്യല്ല അവരെ ശമ്പളം. PSC ബോർഡ് ചെയർമാന്റെയും മെമ്പർമാർക്കല്ലോ. ഇതല്ല എന്തിനു കൊടുത്തിട്ട് ഇങ്ങനെ ഇവരെല്ലാം തീറ്റിപ്പറ്റും? അതിന് സുഖം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് ഇപ്പൊ ഗവൺമെന്റ് PSC അല്ല, ഇപ്പൊ എംപ്ലോയ്മെന്റ് നോക്കിയാൽ തന്നെ എംപ്ലോയ്മെന്റിൽ ഇങ്ങനെ തന്നെയാ. നമ്മൾ എംപ്ലോയ്മെന്റ് ഇങ്ങനെ ഒരു ഡ്രൈവർ തസ്തിക, പഞ്ചായത്തിൽ ഒരു ഡ്രൈവർ ഉണ്ട്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ഒരു ഡ്രൈവർ തസ്തിക ആടെ പോകുമ്പോഴേക്കും അത് ഓന്റെ പാർട്ടിക്കാർ അല്ലെങ്കിൽ ഓന്റെ മരുമക്കള് ആടെയുള്ള ഇങ്ങനെയുള്ളത് വരുന്നത് എന്തുകൊണ്ടാണ് സാർ? നമ്മളെ ഗവൺമെന്റ് അതിനായ തക്കതായ ശിക്ഷ ഇതും കൊടുക്കുന്നില്ല. ഏതിലാ ശിക്ഷിച്ച് ഇതുവരെ ശിക്ഷ കിട്ടിയതുള്ള? PSC എന്ത് നടപടിയിട്ട് ഒരു ശിക്ഷ ആർക്കും കിട്ടുന്നില്ല. ഈ ശിക്ഷ കിട്ടാത്ത കാലത്ത് ഇവർ ഇങ്ങനെ തന്നെ ചെയ്യും. ഇതിന് ശക്തമായ നടപടി ഗവൺമെന്റ് ചെയ്തേ പറ്റൂ. ശക്തമായി തന്നെ ഇവരെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നല്ല ശിക്ഷ തന്നെ കൊടുക്കണം, എന്നാലേ ഇവര് പഠിക്കൂ സാർ. ശരി, നമുക്ക് പറയാനുള്ളത്. ശ്രീ ദിവാകരനാണ്, തലശ്ശേരിയിൽ നിന്നാണ്. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ആദ്യം കോംപ്ലിമെന്റ്സ് പറയട്ടെ. താങ്കളെ കണ്ട് ഞാൻ കുറെ കാലമായില്ല വിളിക്കുന്നത്. വളരെ സന്തോഷം. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഓൾ ഓഫ് യു ഫോർ എവർലാസ്റ്റ് ലൈഫ്. ഗോഡ് ബ്ലസ് യു ഫോർ എവർലാസ്റ്റ് ലൈഫ്. പിന്നെ സാറേ, പിന്നെ അതായത് ഈ അതായത് ഉറക്കം ഇനി ക്വാളിഫൈഡ് ആയിട്ട് പഠിച്ച കുട്ടികളെല്ലാം പിന്നെ മറികടന്ന് കൃത്രിമത്തിലേക്ക് കൂടിയും പിന്നെ തട്ടിപ്പിലേക്ക് കൂടി, അതായത് ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് ബേസ് എന്നല്ല, ഇപ്പൊ ഏർലി സ്റ്റേജിൽ തന്നെ പിടിക്കുന്നുണ്ട്. അപ്പൊ അവരെ ഈ പിന്നെ ശരിക്കും ഇപ്പൊ നല്ലൊരു ഗവൺമെന്റ് അല്ലേ, ശരിക്കും പിടിക്കുക. അതായത് ഡിസ്ക്വാളിഫൈഡ് ഉള്ള ആളെ പിന്നെ അങ്ങനെയുള്ള മേഖലയാക്കുക, ക്വാളിഫൈഡ് ഉള്ള കൂട്ടറെ നല്ല ഈ പിന്നെ അർഹത തന്നെ ആക്കുക. എന്നാലാ ഈ പ്രസ്ഥാനം, ഓരോരോ സ്ഥാപനവും പ്രസ്ഥാനവും നന്നാകുകയും ചെയ്യും. അല്ലെങ്കിൽ തട്ടിപ്പുകാർ പോലീസ് വകുപ്പിലോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഭയങ്കര അതേ മൃഗീയമായ സ്വഭാവമായി. കാരണം റെസ്പെക്ട് മേനെ ഡിസിപ്ലിൻ ഒന്നും കീപ്പ് ചെയ്യില്ല. ഓഫീസുകളിലോ ഇപ്പൊ താങ്കൾക്ക്
പിന്നെ താങ്കൾ എനിക്ക് 75 വയസ്സായി, താങ്കൾ പിന്നെ ചെറുപ്പക്കാരനാ. അപ്പോ പിന്നെ അപ്പം താങ്കളെ ക്വാളിഫൈഡ് ഉള്ളത് കൊണ്ടല്ലേ താങ്കളെ വേൾഡ് ഫേമസ് ആയിട്ട് എല്ലാവർക്കും പിന്നെ ലിസണേഴ്സിനെല്ലാം ഇഷ്ടപ്പെടുന്നു. പിന്നെ സാറേ പിന്നെ ലിസണേഴ്സിനും വ്യൂവേഴ്സിനും പിന്നെ സാറേ പിന്നെ ഇത് പിന്നെ നല്ല റീച്ച് കിട്ടുന്നതാണ്. അതായത് ഈ ഇങ്ങക്ക് ഒരു ഫേമസ് ആയിട്ട് ഇത് നിർത്താൻ പാടില്ലേ. ഇപ്പൊ ബിഗ് ടിവിയിലുണ്ട്, പിന്നെ ബിഗ് ടിവിയിലുണ്ട്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ തങ്കച്ചനാണ് കോട്ടയത്ത്. ശ്രീ തങ്കച്ചൻ, ഈ ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഇന്നും ഏറ്റവും വലിയ പ്രതീക്ഷ സർക്കാർ ജോലി എന്നത് ആണ്. അവിടെയാണ് അതിൻ്റെ നടത്തിപ്പ് സംവിധാനത്തിലാണ് ഇപ്പോൾ ഗുരുതരമായ പിഴവുകൾ ഉണ്ടായി എന്ന് സംശയിക്കപ്പെടുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. എനിക്ക് പറയാനുള്ളത് സാറേ, ഈ PSC വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കും തന്നെയല്ല, നഷ്ടപ്പെട്ടു പോയി. കാരണം എന്റെ വീട്ടിലുള്ള അനുഭവമാണ് പറയുന്നത്. ഇതിനെനിക്ക് സംസാരിക്കാൻ സാറിന് സമയം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുവാണ്. പറയാൻ കാരണം വെച്ചാൽ എന്റെ വീട്ടിൽ 1995 MA BEd കഴിഞ്ഞ എന്റെ വൈഫ് ഇതുവരെ സർക്കാർ ജോലി കിട്ടിയിട്ടില്ല. 53 വയസ്സായി, ഇതുവരെ സർക്കാർ ജോലി കിട്ടിയിട്ടില്ല. പല പരീക്ഷ എഴുതി, പല പരീക്ഷയും പാസ്സായി, റാങ്ക് ലിസ്റ്റ് വന്നു. റാങ്ക് ലിസ്റ്റിന് അല്ലാത്ത ആൾക്കാരും പലരും നിയമമില്ലാതെ തിരികെ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പിള്ളേർ 2 പേര്, ഇപ്പൊ ഒരാൾ റാങ്ക് ലിസ്റ്റ് 6 റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു. 6 റാങ്ക് ലിസ്റ്റിൽ 3 റാങ്ക് ലിസ്റ്റ് പോയി. ഇനി വരുന്നത് പഞ്ചായത്ത് സെക്രട്ടറിയും KSRTCയും ഒക്കെ ഉള്ള റാങ്ക് ലിസ്റ്റിൽ ഇപ്പോഴും കിടക്കുകയാണ്. ഒരാൾ 2 റാങ്ക് ലിസ്റ്റിൽ വേറെയും കിടപ്പുണ്ട്. ഇത്തരം പ്രതീക്ഷകളും നമ്മളിവിടെ പഠിച്ച്, അതായത് രായും പകലും കഷ്ടപ്പെട്ട് പഠിച്ച് ഇവരെ രാഷ്ട്രീയക്കാരുടെ ഇഷ്ടം പോലെ ശരിയാക്കി ഇടുന്ന ഒരു രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. കാരണം നമുക്കറിയാം UPSC പരീക്ഷ എഴുതി പ്രിലിമിനറി പാസ്സായി എന്റെ വൈഫ് പ്രിലിമിനറി പാസ്സായി കഴിഞ്ഞിട്ട് മെയിൻ പരീക്ഷ തോറ്റുപോയി. അതൊക്കെ പോട്ടെ, അതൊക്കെ ചിലപ്പോൾ വിദ്യാഭ്യാസത്തിന് പോലും പിന്നെ സെർച്ച് ചെയ്ത് പഠിച്ച ഡോക്ടറേറ്റിന് പഠിച്ചതാണ്. ഡോക്ടറേറ്റ് പഠിച്ചിട്ടും അതിനും പഠിച്ചിട്ട് പരീക്ഷയിൽ തോറ്റുപോവാണ് ചെയ്തത്. ഇതൊക്കെ ഞാൻ പല പ്രാവശ്യം എന്റെ വൈഫിനോട് ചോദിച്ചും പറഞ്ഞാൽ ഇതൊക്കെ കാശുള്ളവർക്കുള്ളതാണെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന PSC വലിയൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ പറയുന്നത്. നമുക്കറിയാമല്ലോ, PSCയിലെ ഓരോരുത്തർക്ക് ശമ്പളം മേടിക്കും 3 ലക്ഷം രൂപയൊക്കെയാണല്ലോ. UPSCയിൽ നമുക്കറിയാം 12 പേരെങ്ങാനുള്ളൂ. PSC ഇപ്പോൾ 22 പേരെങ്ങാനുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ 2 പേരേ ഉള്ളൂ. ഇതെല്ലാം മറികടത്തിക്കൊണ്ട് ഈ PSC ഞങ്ങൾ ഇത്രയും കാലം നടത്തിയത് വലിയ സങ്കടമായ കാര്യമാണ്. കാരണം വെച്ചാൽ എന്റെ മക്കളൊക്കെ പഠിക്കുന്ന സാറൊന്ന് മനസ്സിലാക്കണം. രാവിലെ 4 മണിക്കേറ്റ് ഞാനിവിടെ കൂടെ വിളിക്കേൽപ്പിച്ച് പഠിപ്പിച്ച് പരീക്ഷയിൽ എഴുതി റാങ്ക് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ അതില്ലാതായി പോവാണ്. ഇതുപോലെ നിരവധി കുട്ടികളും നിരവധി ആൾക്കാരും വരുന്നു. നമുക്കറിയാം, അടുത്ത കാലം ഞങ്ങളുടെ 4 സപ്ലൈകോ ജോലിക്ക് കയറ്റിയിട്ടുണ്ട്. അവർക്ക് താങ്കളുടെ വിഷമം ഞങ്ങൾ മനസ്സിലാക്കുന്നു. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത്. ശ്രീ ചന്ദ്രൻ നായർ, ഈ ഏറ്റവും കൂടുതൽ വിശ്വാസ്യത വേണ്ട സ്ഥാപനങ്ങളിൽ ഒന്നാണ് PSC. അവിടെയാണ് ഈ സംശയങ്ങൾ ഉയരുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാർ, PSC എന്ന് പറഞ്ഞാൽ യുവജനങ്ങളുടെ പ്രതീക്ഷയാണ് സാർ, അവരുടെ ഭാവി പ്രതീക്ഷയാണ്. അത് കരിനിഴൽ വീഴുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാർ, കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും ഫലമില്ലാത്ത അവസ്ഥ, മുട്ടുകാലിൽ എഴഞ്ഞും ശയന പ്രദർശനം നടത്തിയും എന്നിട്ട് എന്തുണ്ടായി? വിദേശികൾ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വന്ന് ഇത് ചിത്രീകരിച്ച് അവർ രാജ്യത്തേക്ക് കൊണ്ടുപോയി സാർ. മുട്ടിലിഴയുന്നതും ശയന പ്രദർശനം നടത്തുന്നതും. അതായത് അവിടെ എന്ന് വെച്ചാൽ നമ്മളെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നഴ്സുകളും പോലീസിലേക്ക് കയറാനുള്ള അവരുടെ ആ റാങ്ക് ലിസ്റ്റ് തീരുന്നതിന്റെ തലേ ദിവസം അവര് കാണിച്ച ആ വെപ്രാളം എല്ലാം വിദേശികൾ അതിൽ പകർത്തി കൊണ്ടുപോയതല്ലാതെ ഇവിടെ ഒന്നും സംഭവിച്ചില്ല സാർ. അപ്പൊ PSCയിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ് സാർ, അത് അത്യാവശ്യമാണ്. ഞാൻ നിർത്തുന്നു. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ പ്രസന്നനാണ്, മാളയിൽ നിന്നാണ്. ശ്രീ പ്രസന്നൻ, ഈ PSCയെ കുറിച്ച് ഉയരുന്ന സംശയങ്ങൾ അത് വിശദമായ പരിശോധന നടത്തി അതിൽ കുറ്റക്കാരുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അല്ലെങ്കിൽ അതിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനും PSCക്കുമില്ലേ? നമസ്കാരം സാർ. നമസ്കാരം. ഈ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അറിയാത്തവരായിട്ട് ഒരൊറ്റ ആൾ പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരായാലും, LDF ആയാലും UDF ആയാലും ഇനി BJP ആയാലും ആര് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം. അതായത് പാർശ്വവർത്തികളെയാണ് ഇതിനകത്ത് കുത്തി നിറയ്ക്കുന്നത്. 21 പേരുടെ ആവശ്യമൊന്നുമില്ല. അവർ അത് ഇലക്ഷനിൽ സീറ്റ് കൊടുക്കാൻ പറ്റാത്തവര്, ഇലക്ഷനിൽ നിന്ന് തോറ്റവര്, അങ്ങനെയുള്ള ആൾക്കാരെ, പാർട്ടിയോട് കൂടുതൽ കൂറ് പുലർത്തുന്ന അങ്ങനെയുള്ള ആളുകളെ, കഴിവില്ലാത്ത ആളുകളെ ആണ് ഇതിനകത്ത് പലപ്പോഴും നിയമിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഇത് കാലങ്ങളായിട്ട് ഒരു 50 വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. അതായത് ആളുകളെ തിരികെ ഭരിക്കുന്നവരുടെ പ്രത്യേകിച്ച് ആളുകളെ, നോമിനികളെ തെരഞ്ഞെടുത്ത് അവരെ സ്ഥാനത്താക്കുമ്പോൾ പിന്നെ അവരെങ്ങനെ ഇവർ ഭരിക്കുന്നവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി ഭരിക്കണ്ടേ? അതായത് ഞാൻ ഒരു കാര്യം പറയാം. അതായത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം. അതായത് ഇവരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശ്രിതരായിട്ട് ഇവർ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ തന്നെ ഭരിക്കുന്നവരുടെ ആശ്രിതരായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. വ്യക്തിത്വമുള്ളവരോ വ്യക്തി പ്രഭാവമുള്ളവരോ അതിൽ വളരെ കുറവെന്നുള്ള അഭിപ്രായമുണ്ട്. അതായത് എനിക്ക് ഇക്കാര്യത്തിൽ വളരെയധികം അമർഷമുണ്ട്.
അതായത് ഇവരിൽ വിശ്വാസമില്ല ശരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കാർ ഇവരുടെ നിയമനം തന്നെ അങ്ങനെ ക്വാളിഫൈഡ് അല്ലാത്തവരെയാണ് നിയമിക്കുന്നത് പലരും. അപ്പൊ അതുകൊണ്ട് ആ സിസ്റ്റം ശരിയാക്കാനായിട്ട് കരളുറപ്പുള്ള ഭരണാധികാരികൾ വരണം. ഇത് പൊളിച്ചെഴുതണം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ രമേശനാണ് പാലക്കാട് നിന്ന്. രമേശൻ, ഒരു മിനിറ്റ് ഒന്ന് ക്ഷമിക്കുക, നമുക്ക് വേഗത്തിൽ ചില യൂട്യൂബ് കമന്റുകൾ കൂടി ഒന്ന് വായിക്കേണ്ടതുണ്ട്. ഷിജു കിരിയത്ത്, നമസ്കാരം കിരൺ എന്ന് പറയുന്നു. ഗോമാതാജി പറയുന്നു, കഷ്ടപ്പെട്ട് PSC പരീക്ഷ എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിൽ വന്നാലും ഓഫർ ലെറ്റർ ഇല്ല, ജോലി കിട്ടിയാൽ ശമ്പളം തുച്ഛം, ഗൾഫിൽ പോയി യുവാക്കൾ പണിയെടുത്താൽ നല്ല സാലറി കിട്ടും, മാറി ചിന്തിക്കാൻ തുടങ്ങണം യുവാക്കൾ എന്നൊക്കെ പറയുന്നു. അങ്ങനെ എല്ലാവർക്കും ഇപ്പോൾ ഗൾഫിൽ പോയി പണിയെടുക്കാമെന്ന് മാത്രമല്ല, PSC പരീക്ഷ വഴി നല്ല ജോലി കിട്ടുക എന്നുള്ളതും ആളുകളുടെ ആഗ്രഹമാണല്ലോ. അപ്പം നമ്മുടെ യൂട്യൂബിലേക്ക് ഒരു നിർദ്ദേശം കൂടി ഷിജു കിരിയത്ത് പറയുന്നു. പ്ലീസ് ടെൽ യുവർ യൂട്യൂബ് ടീം ടു അപ്ഡേറ്റ് പൊതുവേദി ഇൻ ഇറ്റ്സ് പ്ലേലിസ്റ്റ്, ഇറ്റ്സ് ഈസി ടു ക്യാച്ച് എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ ഉള്ള വിവരങ്ങൾ കൂടി അങ്ങനെ അതിനകത്ത് ഉണ്ട് എന്നാണ് എൻ്റെ ധാരണ. അതില്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൻ്റെ ടീമിനോട് ഉറപ്പായും പറയാം. ശ്രീ ഷിജു കിരിയത്ത്, ക്രെഡിബിലിറ്റി ഓഫ് PSC ഷുഡ് സസ്റ്റെയിൻ എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ജയകുമാർ പറയുന്നു, സ്ഥിരം വിളിക്കുന്നവരെ ഒന്ന് ഒഴിവാക്കി ബാക്കിയുള്ളവർക്ക് അവസരം കൊടുത്താൽ നന്നായിരുന്നു സാറേ എന്ന് പറയുന്നു ജയകുമാർ. ശ്രീ ജയകുമാർ, നമ്മളങ്ങനെ ആളുകളെ നോക്കിയല്ല, ആളുകൾ നമ്മുടെ ലാൻഡ് ലൈനിലേക്ക് വിളിക്കുന്നതാണ്. ലാൻഡ് ലൈനിലേക്ക് വിളിക്കുന്ന ആളുകളെ നമുക്ക് സ്ഥിരം ആരെയും ഒഴിവാക്കണമെന്നില്ല. പുതിയ ആളുകൾക്കൊക്കെ വരുന്നവർക്കും എല്ലാം അവസരം, സ്ഥിരം ഇരിക്കുന്നവരാകുമ്പോൾ കുത്തിയിരുന്ന് അവർ വിളിച്ച് എടുക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പോൾ നമുക്ക് വിളിച്ചിട്ട് നിങ്ങളിത് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ ഒരാളെ പറഞ്ഞു വിടുന്നത് ശരിയല്ല. അതുകൊണ്ട് നമുക്ക് ലാൻഡ് ലൈനിൽ വരുന്ന കോൾ നമ്മൾ എടുക്കുന്നു. അതിന് സ്ഥിരം വിളിക്കുന്ന ആളാണോ പുതുതായി വിളിക്കുന്ന ആളാണോ എന്നൊന്നും നമുക്കറിയില്ല ജയകുമാർ. അതുകൊണ്ട് താങ്കൾ അത് ക്ഷമിക്കണമെന്ന് താങ്കളോട് അഭ്യർത്ഥിക്കുകയാണ്. സ്ഥിരം വിളിക്കുന്നവരോടാണ് കാണാനില്ല എന്ന് പറയുന്നത്, വിളിക്കാത്ത നമ്മളെയൊന്നും തിരക്കാറില്ലെന്ന് ശശിധരൻപിള്ള പറയുന്നത്. ശശിധരൻപിള്ളയുടെയൊക്കെ കമൻറ്റുകൾ എല്ലാ ദിവസവും എനിക്ക് തോന്നുന്നു വിളിക്കുന്നവരെക്കാൾ കൂടുതൽ ദിവസം വായിക്കാറുണ്ട്. അതുകൊണ്ട് താങ്കൾ അങ്ങനെ കരുതേണ്ടതില്ല. കണ്ണുപൊട്ടൽ മാവിനെറിയും പോലെയാണ്, വായിച്ചാൽ വായിച്ചു അത്ര തന്നെ, മനുവാണെങ്കിൽ കമൻറ്റ് വായിക്കും ഉറപ്പ് എന്ന് പറയുന്നു. എന്നെ ഉദ്ദേശിച്ചാന്ന് തോന്നുന്നു. താങ്കൾ ഈ എഴുതിയ കമൻ്റ് അടക്കം വായിക്കുന്നു. ഇത് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും ശ്രീ ശശിധരൻപിള്ള? താങ്കൾ എനിക്കെതിരെ എഴുതുന്ന കമൻ്റ് അടക്കം ഞാൻ തന്നെ ഇവിടെ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് താങ്കൾ അതിൽ വിഷമിക്കേണ്ട. നമുക്കങ്ങനെ എതിരെഴുതിയോ അനുകൂലിച്ചെഴുതിയോ എന്നൊന്നും നമ്മുടെ വിഷയമേ അല്ല. മോശപ്പെട്ട രീതിയിൽ ആർക്കെതിരെ എഴുതരുതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മളെ പുകഴ്ത്തണം എന്നുള്ളതൊന്നും അല്ല. ഏത് തരത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം എഴുതാം. പെൻഷൻ ലഭിക്കുകയും വീണ്ടും ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന സർക്കാർ വിലക്ക് ഏർപ്പെടുത്തേണ്ടതാണ്. ചെറിയ തുകകളല്ല, വൻ ശമ്പളക്കാരെയാണ് ഇങ്ങനെ വൻ ശമ്പളത്തിൽ വീണ്ടും പെൻഷനും ശമ്പളവും കൊടുത്ത് നിർത്തിയെന്ന് സേവിയർ പറയുന്നു. അതൊരു ഗുരുതരമായ വിഷയം തന്നെയാണ്. പലപ്പോഴും സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ചാൽ അവർ ചിലപ്പോൾ അതിൽ അപൂർവം ചിലരൊക്കെ പ്രഗത്ഭരായിരിക്കും. ആ പ്രഗത്ഭരായ ആളുകളുടെ സേവനമൊക്കെ ചിലപ്പോൾ വേണ്ടിവരും. പക്ഷേ അവർക്ക് വീണ്ടും വലിയ തുക ശമ്പളം കൊടുത്ത് അവരെ നിലനിർത്തുമ്പോൾ അവസരം നഷ്ടപ്പെട്ടു പോകുന്ന ചെറുപ്പക്കാരായ ഒരുപാട് ആളുകളുണ്ട്. പ്രായമായവരുടെ സേവനം വേണം എന്നുള്ളൊപ്പം തന്നെ ചെറുപ്പക്കാരുടെ അവസരവും പ്രധാനം തന്നെയാണ്. കേരളത്തിലെ ഏതെങ്കിലും അന്വേഷണം ഇതുവരെ പൂർണ്ണതയിലെത്തിയിട്ടുണ്ടോ എന്ന് ഗോമാതാജി ചോദിക്കുന്നു. പലപ്പോഴും അന്വേഷണങ്ങളെ സംബന്ധിച്ച് അത്തരം ചില സംശയങ്ങൾ ജനങ്ങൾക്കുണ്ട്. പല അന്വേഷണങ്ങളും വേണ്ട ഫലപ്രാപ്തിയിലെത്തുന്നില്ല, ആ സമയത്തുണ്ടാകുന്ന ഒരു ആവേശത്തിനപ്പുറം എത്തുന്നില്ല എന്നുള്ളതുകൊണ്ട്. രഘുനന്ദനൻ പറയുന്നു, PSCയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇടപെടുന്നത് ശരിയല്ല, യുവാക്കൾക്ക് PSCയിലുള്ള വിശ്വാസം ഒരു കാരണവശാലും നഷ്ടപ്പെടരുത് എന്ന് രഘുനന്ദനൻ തിരുവല്ലാമൂരമാണ് പറയുന്നത്. പൊളിറ്റിക്കൽ സർവീസ് കമ്മീഷൻ എന്നാണ് ശശിധരൻപിള്ള പറയുന്നത്. ശിവൻ കാരോളിൽ പറയുന്നു, പാറ്റകൾക്ക് കേരളം പേടിയാണോ അതോ എന്ന് ചോദിക്കുന്നു. കേരളത്തിലും പാറ്റകളുണ്ട്, അടുക്കളയിലാണെന്ന് മാത്രമാണെന്ന് മറുപടി. ശിവശങ്കർ പറയുന്നു, ഹൈക്കോടതി അഴിമതിക്കെതിരെ നടപടി സ്വീകരിക്കണം, സ്വമേധയാ തന്നെ നടപടി സ്വീകരിക്കാൻ തയ്യാറാകണം, വല്ലപ്പോഴെങ്കിലും ജഡ്ജിമാർ ഇടപെട്ട നിയമം നടപ്പിലാക്കിയിട്ടുണ്ട്, ദയവായി പരിഗണിക്കണമെന്ന് പറയുന്നു. സന്തോഷ് പരിപ്പായി പറയുന്നു, PSC വിശ്വാസം നഷ്ടപ്പെടില്ല, എല്ലാ മേഖലയിലും കള്ളന്മാരും കൊള്ളക്കാരുമുണ്ട്, പക്ഷേ അവരെ തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്തുകയാണ് ഏറ്റവും അഭികാമ്യം. അതുതന്നെയാണ് വേണ്ടത്. എല്ലാ മേഖലയിലും അത്തരം ആളുകളുണ്ട്. അത് ഉണ്ടായാൽ അതിനെ സംരക്ഷിക്കുകയും ന്യായീകരിക്കുകയുമല്ല, കർശനമായ നടപടിയെടുത്ത് തിരുത്തൽ വരുത്തിയാൽ ജനത്തിന് ആ വിശ്വാസ്യത വീണ്ടെടുക്കാൻ കഴിയും. അങ്ങനെ അവരെ സംരക്ഷിക്കാൻ നോക്കുമ്പോഴാണ് ജനത്തിന് സംശയങ്ങൾ ഉയരുന്നത്. PSCയുടെ ഭരണം രാഷ്ട്രീയക്കാരനെടുത്ത് യോഗ്യതയുള്ള നിഷ്പക്ഷരായവരെ ഏൽപ്പിക്കുക, കോടതി മേൽനോട്ടം ചെയ്താൽ പോരെ എന്ന് നന്ദകുമാർ ചോദിക്കുന്നു. പ്രമോദ് നാണു പറയുന്നു, അഴിമതി നിയമസഭാംഗങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നു. PSC ടെസ്റ്റ് എഴുതി എല്ലാ കുട്ടികളുടെയും ജീവിതം പാഴായതല്ല, ഒരു ഗുണവുമില്ല എന്ന് ജയകുമാർ പറയുന്നു. അങ്ങനെയൊന്നുമില്ല ശ്രീ ജയകുമാർ. PSC ടെസ്റ്റ് എഴുതി വർഷം 30,000 മുതൽ 36,000 വരെ ആളുകൾക്ക് വരെ തൊഴിൽ ലഭിക്കുന്നുണ്ട്, ഒരുപാട് പേർക്ക് തൊഴിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തൊക്കെ ഒരുപാട് താരതമ്യേന മുൻ സർക്കാരുകളെ അപേക്ഷിച്ച് കൂടുതൽ പേർക്ക് തൊഴിൽ കിട്ടിയ കാലം കൂടിയാണ്. അതും നമ്മൾ ഈ കൂട്ടത്തിൽ ഓർക്കേണ്ട ഒന്നാണ് ജയകുമാർ.
എന്തോന്ന് PSC സ്വകാര്യ മേഖലയില്ലായിരുന്നെങ്കിൽ കേരളത്തിലെ യുവാക്കൾ കൂട്ടാത്മഹത്യ ചെയ്യേണ്ടി വന്നതിനെ 10-11 മണിക്കൂർ പണിയെടുത്താൽ യുവാക്കൾ കുടുംബം പോറ്റുന്നത് എന്ന് പറയുന്നത് ശശിധരൻപിള്ള പലപ്പോഴും അതാണ്. ഈ സ്വകാര്യ മേഖലയിലൊക്കെ പണ്ടൊക്കെ അങ്ങനെ, ഇപ്പോൾ തൊഴിൽ സുരക്ഷിതത്വം വലിയ വിഷയമായി നിൽക്കുകയാണ് എല്ലാ സ്വകാര്യ മേഖലയിലും. പുതിയ തൊഴിൽ കോഡൊക്കെ വന്നതോടുകൂടി ആളുകളെ പിരിച്ചുവിടുന്നതിനൊക്കെ കമ്പനികൾക്ക് കൂടുതൽ അധികാരം കിട്ടുന്ന തരത്തിലേക്കൊക്കെ നീങ്ങുകയാണ്. അത്തരത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആളുകൾ തൊഴിൽ സുരക്ഷിതത്വം കൂടുതൽ തേടി സർക്കാർ ജോലികളെ ആശ്രയിക്കാൻ തുടങ്ങുന്നത് സ്വാഭാവികമായ ഒരു പ്രക്രിയ കൂടിയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ച് ചേട്ടൻ ബാബയും അനിയൻ ബാബയുമായിരുന്നു എന്ന് പറയുന്നത് അജിത് കുമാറാണ് പറയുന്നത്. പ്രകാശൻ പിള്ള പറയുന്നു കമ്മികൾ കാര്യമായി PSCയെയും അവരുടെ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, മംഗ്ലീഷിലൊക്കെയാണ് അദ്ദേഹം എഴുതിയത്. ദയവേത് ഒന്നുകിൽ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. PSC അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രീയത്തിന് അതീതമായ യോഗ്യതയുള്ളവരായിരിക്കണമെന്ന് പറയുന്നു. അജിത് കുമാർ പറയുന്നു കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷവും ഭരണപക്ഷവും കേന്ദ്രത്തിനെതിരെ പ്രമേയം പാസ്സാക്കുന്ന പണിയായിരുന്നില്ലേ? രാജ്യത്ത് ഏറ്റവും കൂടുതൽ PSC മെമ്പർമാരുടെ സംസ്ഥാനം കേരളമാണ് എന്നത് പറയുന്നു. സന്തോഷ് പാരിപ്പള്ളി സ്ഥിരം വിളിക്കുന്നവർക്ക് കോളുകൾ ലഭിക്കുന്നു, നിങ്ങളുടെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നവരോട് പറയണം പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കണമെന്ന് സന്തോഷ് പാരിപ്പായും പറയുന്നു. നമ്മളങ്ങനെ പുതിയ ആൾ പഴയ ആളെന്ന് വെച്ചല്ല, ഒരു കോള് 4 പേരെ നിർത്തും, അതിനകത്ത് ഒരാൾ പറഞ്ഞു കഴിയുമ്പോൾ കട്ടാകുമ്പോൾ അന്നേരം ആദ്യം വരുന്ന കോൾ എടുക്കുക, അല്ലാതെ നമ്മൾ സെലക്ട് ചെയ്ത ആളുകളെ കോൾ എടുക്കുന്ന രീതി നമുക്കില്ല, നമുക്ക് അങ്ങനെ കഴിയില്ല. അങ്ങനെ കോൾ എടുക്കാൻ ലൈനിലേക്ക് വരുന്ന ആരാണ് വിളിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിട്ടൊന്നുമല്ല, വരുന്നു അവരുടെ പേര് പറയുന്നവരെ ഉൾപ്പെടുത്തുന്നു, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ അവിശുദ്ധ ബന്ധം കടകംപള്ളി ചെന്നിത്തല കൂടിക്കാഴ്ച എന്നൊക്കെ ഗ്ലാഡിയേറ്റർ, അത് ഇതുമായിട്ട് എന്താണ് ബന്ധമെന്ന് എനിക്ക് മനസ്സിലായില്ല. തൊഴിലവസരം ഉണ്ടെങ്കിലേ ജോലി കൊടുക്കാൻ പറ്റും, അത് ഉണ്ടാക്കേണ്ടത് ഓരോ ഗവൺമെൻറ്റിൻ്റെയും കടമയല്ലേ എന്ന് ശശിധരൻപിള്ള ചോദിക്കുന്നു. കഴിഞ്ഞ 10 വർഷം PSCയുടെ പ്രവർത്തനം മെച്ചപ്പെട്ടതായിരുന്നു എന്നതുകൊണ്ടാണോ മണിമല ഒന്നും പറയാത്തത് എന്നൊക്കെ ചോദിക്കുന്നു. എനിക്ക് തോന്നുന്നു കൃഷ്ണൻകുട്ടി മണിമലയെക്കുറിച്ചാണെന്ന് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല, അദ്ദേഹം വിമർശിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വിമർശിക്കുകയും കൂടി ചെയ്യുന്ന ആളാണ്. മോൻസക് പറയുന്നു ഗവൺമെൻറ് ജോലി കിട്ടിയാൽ പണിയെടുക്കാതെ ശമ്പളം വാങ്ങാം, ഇതെല്ലാം നിർത്തി കരാറടിസ്ഥാനത്തിൽ ജോലികൾ ചെയ്യണം, അപ്പോൾ ഇവിടുത്തെ അഴിമതി നിർത്താൻ പറ്റും. അത് മോൻസക്കിൻ്റെ അപാര കണ്ടുപിടുത്തമായി പോയി. ശ്രീ മോൻസക്ക് തൊഴിലൊക്കെ പണിയെടുക്കാതെ തൊഴിലെടുക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ കർശനമായ വ്യവസ്ഥ കൊണ്ടുവരണം. അതിന് പകരം സ്ഥിരം ജോലി വേണ്ട, കരാർ ജോലി വേണം എന്ന് പറയുന്നത് അത് ഒരുമാതിരി മനുഷ്യൻ്റെ തൊഴിലാളിയുടെ അവകാശത്തിന് നേരെയുള്ള ഒരു കടന്നുകയറ്റമോ അല്ലെങ്കിൽ അത് മുതലാളിയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു ഉത്തരമാണ് ശ്രീ മോൻസക്കിൻ്റേത്. താങ്കൾ അങ്ങനെ അത്തരത്തിൽ ചിന്തിക്കുന്നത് പോലും ശരിയല്ല എന്ന് താങ്കളോട് ചൂണ്ടിക്കാണിക്കുകയാണ്. എന്തായാലും ശ്രീ രമേശാണ് പാലക്കാട് നിന്ന്. ശ്രീ രമേശ്, താങ്കൾ പറഞ്ഞോളൂ. യെസ് കിരൺ ഭായ്, ഞാൻ പറയുന്നത് PSC കംപ്ലീറ്റ് കോമഡിയാ. എന്റെ എക്സ്പീരിയൻസിൽ തന്നെ ഇപ്പോ എന്റെ റിലേറ്റീവ് അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിൽ ജോലി PSC എഴുതി കിട്ടിയത് മുഴുവൻ ചോപ്പന്മാരാണ്. ഞാൻ ചോപ്പെന്ന് പറയുന്നതുകൊണ്ട് തെറ്റായിട്ടൊന്നും എടുക്കരുത്, കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോ ഇതൊരു നിങ്ങൾ കുറച്ചു മുൻപ് കമന്റ് വായിച്ചിരുന്നു, PSC ഉദ്യോഗസ്ഥർക്കിടയിലുള്ള അങ്ങനെയുള്ള ആൾക്കാരെ മാറ്റി നിർത്തുന്നു. അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ അധ്യാപക സംഘടനകളാണെങ്കിലും കൂടുതലും ഇടതുപക്ഷ സംഘടനകളാണ് കൂടുതലുള്ളത്. അതുപോലെ തന്നെയാണ് ഈ വാല്യുവേഷൻ, അതായത് പരീക്ഷാ പേപ്പർ ചെക്ക് ചെയ്യുന്ന ആ ഉദ്യോഗസ്ഥന്മാർക്കിടയിലും കമ്മ്യൂണിസ്റ്റുകാരാണ് കൂടുതൽ. അതുകൊണ്ട് ഇതൊന്നും നടപ്പിലാകുന്ന കാര്യമല്ല. രമേശ്, അതിനകത്തൊരു ചെറിയ തിരുത്ത് പറയാനുള്ളത്, ഈ ജോലി കിട്ടുന്ന ആളുകൾ ഈ PSCയെ സംബന്ധിച്ചിടത്തോളം PSC വർഷം 200-300 പരീക്ഷ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. 30 മുതൽ 35 മുതൽ 50 ലക്ഷം വരെ ആളുകൾ പരീക്ഷ എഴുതുന്നതാണ്. ഇതിൽ ഒരു 99% പരീക്ഷകളും കുറ്റമറ്റ രീതിയിൽ നടത്തുകയും അതിലേറ്റവും മികച്ച ആളുകൾക്ക് തന്നെ ജോലി കിട്ടുകയും റാങ്ക് ലിസ്റ്റിൽ വരികയും ജോലി കിട്ടുകയും ഒക്കെ ചെയ്യുന്നതാണ്. അത് ആ യാഥാർത്ഥ്യത്തെ നമ്മൾ തള്ളിക്കളയരുത്. കാരണം നിങ്ങളുടെ ഉത്തരപേപ്പർ നിങ്ങൾക്ക് തന്നെ PSC വഴി അപേക്ഷ കൊടുത്ത് നിങ്ങൾക്ക് എടുക്കാനും അത് പരിശോധിക്കാനും സംവിധാനമുണ്ട്. എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് വളരെ കൃത്യമായി തന്നെ ഓരോരുത്തർക്കും കിട്ടിയ മാർക്കുകൾ, റാങ്ക് ലിസ്റ്റ് വന്നവരുടെ മാർക്കുകൾ വളരെ വ്യക്തമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരാൾക്കെങ്കിലും, ഇപ്പോൾ 10 ലക്ഷവും 20 ലക്ഷവും 30 ലക്ഷവും പേരെഴുതുന്ന പരീക്ഷകളൊക്കെ ഉണ്ട്, അതിൽ ഒരാളുടെ പോലും മാർക്കിൽ അങ്ങനെ ഒരു വ്യത്യാസം വന്നതായി ഇതുവരെയും ഒരു ആക്ഷേപം ഉണ്ടായിട്ടില്ല. ചുരുക്കം ചില പരീക്ഷകളിൽ ഇത്തരം ആക്ഷേപം വന്നിട്ടുണ്ട്, അവിടെ എല്ലാം പരിശോധന ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് PSC മുഴുവൻ മോശമാണ്, അവിടെ ചൂപ്പൻ മാർക്കാണ് കിട്ടുന്നത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. താങ്കൾക്ക് പരിചയമുള്ളതിൽ ചിലപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കാര്യം കൂടുതൽ പഠിക്കുകയും വാങ്ങുകയും ചെയ്തു, അതുകൊണ്ട് ആ പാർട്ടിയുടെ അടിസ്ഥാനത്തിലാണ് കിട്ടുന്നതെന്ന് പറയുന്നത് അതൊരു ശരിയായ ഒരു വിമർശനമല്ല. ഒന്ന് അനുവദിക്കൂ. അതായത് ഒരു 2 പ്രതികൾ, കൊലക്കേസ് പ്രതികൾക്ക് കിട്ടിയ PSC അത് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ അപൂർവം ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് മൊത്തം PSCയും അങ്ങനെയാണ് എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപൂർവമല്ല, എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്. എന്റെ പരിചയത്തിലുള്ള പാർട്ടി തന്നെയാണ് ഇത് നിയന്ത്രിക്കുന്നത്. ഞാൻ അതുകൊണ്ട് അവർക്ക് ഈ PSC വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ള ഒരു ഉപദേശം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ PSC കോച്ചിങ്ങിന് പോകുമ്പോഴും എക്സാമിന് പോകുമ്പോഴൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു 250 രൂപ ചെലവാക്കിയാൽ ചെഗുവേരയുടെ ചിത്രം പതിച്ച ടീഷർട്ട് കിട്ടും.
അതിട്ടിട്ട് പോവുക. പെൺകുട്ടികളാണെങ്കിലും അങ്ങനെയുള്ള ചുരിദാറോ അതൊക്കെ കിട്ടും. അത് ഇട്ടിട്ട് പോയാൽ ചിലപ്പോൾ കുട്ടികൾക്ക് ഒരു ചാൻസ് ഉണ്ട്. രമേശ്, അത് താങ്കളുടെ ഒരു ഗൗരവമായ ആരോപണമായിട്ട് ഒരിക്കലും കാണാൻ കഴിയില്ല. കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, PSC പരീക്ഷ നടത്തുന്നതിനും അതിൻ്റെ സംവിധാനത്തിൽ ഈ പിഴവ് തന്നെ പിടിച്ചത് അങ്ങനെയാണ്. ഈ പിഴവ് തന്നെ പിടിച്ചത് ഒരു ഉദ്യോഗാർത്ഥി അവിടെ വിവരാവകാശ പ്രകാരം ഉത്തരപേപ്പറിൻ്റെ പകർപ്പിന് അപേക്ഷിച്ചു, അത് കണ്ടു, പിടിച്ചു. അങ്ങനെ 1-2 പരീക്ഷയിൽ തെറ്റുണ്ടായെങ്കിൽ അത് ഗുരുതരമായ തെറ്റ് തന്നെയാണ്. അത് തിരുത്തണം, കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം, അതെല്ലാം ശരിയാണ്. പക്ഷേ എന്ന് കരുതി കേരളത്തിൽ ഇത്രയും പേർക്ക് ജോലി കിട്ടുന്ന മലയാളികളുടെ ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ ആശ്രയമായ PSC മുഴുവൻ കുഴപ്പമാണ്, അവിടെ മുഴുവൻ ഇടതുപക്ഷക്കാർക്ക് ജോലി കിട്ടൂ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു തെറ്റായ വ്യാഖ്യാനമാണ്, അതൊരു ബാലിശമായ ആരോപണം. താങ്കളുടെ മുന്നിൽ എനിക്കറിയില്ല, താങ്കളുടെ മുന്നിൽ 2-3 പേരെ കണ്ടതുകൊണ്ട് അവർ പഠിക്കുന്ന ആളുകളായിരിക്കും, അവർക്ക് കിട്ടിയിട്ടാണ് എന്ന് കരുതി അതെല്ലാം മോശമാണെന്ന് പറയാം. ശരി, ഓക്കെ. നമ്മളൊരു സ്ഥാപനത്തിൻ്റെ തെറ്റുകളെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഗൗരവത്തിൽ വിമർശിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ വിഷയം എടുക്കുകയും അതിനെതിരെ വിമർശനം ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ എന്ന് കരുതി ആ സ്ഥാപനം അപ്പാടെ മോശമാണ്, അതൊരു പാർട്ടിക്കാർക്ക് വേണ്ടിയുള്ളതാണ് എന്നൊക്കെ പറയുന്നത് അതൊരു ശരിയായ നിലപാടല്ല. ശ്രീ പ്രസന്നാണ് മാളയിൽ നിന്നും. ശ്രീ പ്രസന്ന ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത്. ശ്രീ ചന്ദ്രൻ നായർ, ക്ഷമിക്കണം, നമ്മുടെ ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗത്തിൽ മടങ്ങി വരും. ശ്രീ ഷാജിയാണ് കൊല്ലത്ത് നിന്നും. PSC പരീക്ഷകൾ സംബന്ധിച്ച ചില സംശയങ്ങൾ ഉയരുകയും PSCയുടെ വിശ്വാസ്യതയ്ക്ക് മേൽ ചോദ്യങ്ങൾ ഉയരുകയും ചെയ്യുന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ ഷാജി, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്ന പരീക്ഷയാണ്. ഏറ്റവും കൂടുതൽ ശമ്പളമുള്ള തസ്തികയിലേക്കുള്ള ഒരു പരീക്ഷ കൂടിയാണ്. 1.25 ലക്ഷം രൂപ അടിസ്ഥാന ശമ്പളം തന്നെ വരുന്ന ഒരു തസ്തികയിലേക്കുള്ള പരീക്ഷയാണ്. അവിടെയാണ് 10 ചോദ്യങ്ങളുടെ പരിശോധിക്കാതെ ഒരു പരീക്ഷ മൂല്യനിർണ്ണയം നടത്തുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ റദ്ദാക്കിയിരിക്കുന്നു. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, അത് അന്വേഷിക്കേണ്ടതാണ്. അത് കുറ്റം ചെയ്തവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം. PSCയുടെ വിശ്വാസ്യത നിലനിർത്തേണ്ടതാണ്. അതിനകത്തൊന്നും തർക്കമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ ഈ PSC മെമ്പർമാർക്കുള്ള ഈ പുതിയ ഗവൺമെന്റ് PSC മെമ്പർമാർക്കുള്ള ഈ ഭാരിച്ച ശമ്പളം ഒഴിവാക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. PSC മെമ്പർമാർ പിന്നെ ഈ രാഷ്ട്രീയക്കാരായിരുന്നൊക്കെ പറയുന്നവര് കണ്ണടച്ച് അങ്ങ് പറയുന്ന എന്നുള്ളതേ ഉള്ളൂ. കാരണം കോൺഗ്രസ്സുകാരായിട്ടുള്ള ഒരു PSC മെമ്പർമാരായിട്ടുണ്ട്. അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാർ ചോപ്പന്മാർ മാത്രമാണ് അതായത് ബാലിശമായ ഒരു ആരോപണമാണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ഇത് നടപടി എടുക്കേണ്ടതാണ്. ഈ PSC മെമ്പർമാരുടെ എണ്ണവും കുറയ്ക്കേണ്ടതാണ്. അത് ആരുടെ കാലത്ത്, ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് എണ്ണം കൂട്ടിയത്, ഈ ഇടതുപക്ഷത്തിന്റെ കാലത്താണ് ശമ്പളം കൂട്ടിയത്. അതെല്ലാം തർക്കമില്ലാത്ത കാര്യങ്ങളാണ്. അന്ന് 6-7 മെമ്പർമാരെ ഉള്ളായിരുന്നുള്ളൂ. കുറെ ഈ സമുദായ അടിസ്ഥാനത്തിൽ സമുദായ സംഘടനകളെ ചേർത്ത് നിർത്താനായിട്ട് ഉമ്മൻചാണ്ടിയുടെ അവസാന സമയത്ത് സകല സമുദായ നേതാക്കന്മാരെയും പിടിച്ച് PSC അംഗങ്ങളാക്കി. അതാണ് എന്റെ ചരിത്രം. അങ്ങനെയാണ് 20 അപ്പൊ അതിനുശേഷം ഇത് കൂട്ടിയത് ഇടതുപക്ഷം. അത് ഒഴിവാക്കേണ്ടതാണെന്നുള്ള കാര്യമില്ല. PSCയുടെ വിശ്വാസ്യത നിലനിർത്തണം. പിന്നെ അന്ന് കരുതിയിട്ട് കണ്ണടച്ച് എല്ലാം അങ്ങ് കുഴപ്പമാണ്, CPM-കാരാണ് ജയിക്കുന്നത്. അന്ന് NGO അസോസിയേഷൻകാർ പോലും പറഞ്ഞിട്ടില്ല ഇതുവരെ. വെറുതെ ഇരുന്നുണ്ടെങ്കിൽ ആരോപണം ഉന്നയിച്ചാൽ അതും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതാണ് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഇടതുപക്ഷക്കാരനാണ് ഷാജി. പക്ഷേ ഷാജി, ആ കാര്യത്തിൽ ഷാജിയുടെ അഭിപ്രായം ഈ ഇടത് സർക്കാർ ചെയ്തതും UDF സർക്കാർ ചെയ്തതിലെയും തെറ്റുകൾ തിരുത്തണം എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ്. അത്തരം വിമർശനങ്ങളാണ് എപ്പോഴും ഏത് സർക്കാരിനെയും ഏത് പാർട്ടിയെയും ഒക്കെ നല്ല രീതിയിൽ നയിക്കുന്നത്. ശ്രീ ജയാണ് കൊല്ലത്ത് നിന്നും. ശ്രീ ജയ, ഒരുപാട് കാലമായല്ലോ വിളിച്ചിട്ട്, എന്തു പറ്റി? നമസ്കാരമുണ്ട്, പറഞ്ഞോ. നിങ്ങളുടെ സർക്കാരൊക്കെ വന്നതിന് ശേഷം പിന്നെ പ്രതികരിക്കേണ്ട എന്ന് തീരുമാനിച്ചോ? അല്ലല്ല, ഞാൻ മനുവായിരുന്നു, ഞാൻ വിളിച്ചിരുന്നു. ശരി, കിരണ അച്ഛനെങ്ങനുണ്ട്? സുഖമായിരിക്കുന്നു, ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ, ഞാൻ പറയട്ടെ. ഞാനൊരു 30 വർഷത്തിന് മുന്നുള്ള അനുഭവം, എന്റെ അനുഭവമാണ് പറഞ്ഞത്. എനിക്ക് പാർട്ടിയുടെയോ ആരെയും വിളിച്ചോണ്ട് വന്ന് ജോലി കൊടുത്തെന്നോ ഒന്നും അല്ല എന്റെ അഭിപ്രായം. ഞാനൊരു 30 വർഷത്തിന് മുന്നേ BCom പഠിക്കുമ്പോൾ മുതലേ ഞാൻ പരീക്ഷ എഴുതാൻ തുടങ്ങിയ PSC ടെസ്റ്റ്. പിന്നെ MCom വരെ ഞാൻ അത് എഴുതി ക്ഷീണിച്ച് ഞാൻ അങ്ങ് ഗൾഫിൽ പോയി. ഇപ്പൊ നമ്മുടെ മനസാക്ഷിക്ക് നമ്മൾ പറയുവാണെങ്കിൽ, മനസാക്ഷി അനുസരിച്ച് ഇത് ഇവിടുത്തെ ഈ PSC ടെസ്റ്റ് ഒന്നും ശരിയായ രീതിയിലല്ല പോകുന്നത്. കാരണം ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ഒന്നും അല്ലായിരുന്നു, കുറച്ചൊക്കെ നന്നായിട്ട് പഠിക്കുന്ന ഒരാളായിരുന്നു. PSCയുടെ ബുക്ക് വാങ്ങിച്ചു വെച്ച്, അന്ന് ഇങ്ങനെ കോച്ചിങ് ഒന്നുമില്ല, ബുക്ക് വാങ്ങിച്ചു വെച്ച് 2 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന് പഠിച്ച് എൻ്റെ അമ്മ ലീവ് എടുത്ത്, അമ്മ ടീച്ചറായിരുന്നു, അമ്മ ലീവ് എടുത്ത് കോഴിക്കോട്, കണ്ണൂർ, വയനാട്, മലപ്പുറം ഒക്കെ പോയി ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഇതിനകത്ത് പോലും വന്നിട്ടില്ല മനു. അതുകൊണ്ട് എനിക്ക് PSCയെ കുറിച്ചൊരു
എന്താ പറയുന്ന വിശ്വാസ്യതയില്ല. ഞാൻ അതുകൊണ്ടാണ് എന്റെ മോനെ ഗൾഫിൽ കൊണ്ടുപോയി അവിടെ നല്ലൊരു ജോലി വാങ്ങിച്ചു കൊടുത്ത് അവൻ നല്ല സുഖമായിട്ട് ജീവിക്കുന്നത് ഇപ്പം. ശരി, എന്തായാലും എല്ലാവർക്കും അത് കഴിയില്ല. എന്തായാലും അങ്ങനെ ജോലി കിട്ടിയത് നല്ല കാര്യം. നമ്മുടെ ജീവിതം സുരക്ഷിതമാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. മലയാളി കൂടുതൽ ആശ്രയിക്കുന്നതുമായ ഒരു രാജ്യമാണ് ഗൾഫ് രാജ്യങ്ങൾ. കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്ന്. ശ്രീ കൃഷ്ണൻകുട്ടി, ഈ PSCയെ സംബന്ധിച്ച് വന്ന ഗൗരവമായ ആദ്യത്തെ ആരോപണവും കോൺസ്റ്റബിൾ ലിസ്റ്റിലേക്ക് കടന്നു വന്ന റാങ്ക് മേടിച്ച 1, 2 റാങ്കൊക്കെ മേടിച്ച ആളുകൾക്കെതിരെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തസ്തികയിലേക്ക് വരുന്ന പരീക്ഷയിൽ ക്രമക്കേട് നടന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ വരുന്നു. അത്തരം ചില ഇടപെടലുകൾ അല്ലെങ്കിൽ ശരിയായ രീതിയിലല്ലാത്ത ചില ഇടപെടലുകൾ PSCയിൽ ഉണ്ടായതായി താങ്കൾ കരുതുന്നുണ്ടോ? നമസ്കാരം. നമസ്കാരം. PSCയെ പറ്റി എനിക്ക് നല്ല അഭിപ്രായം ഉള്ളത്. ഞാനാണെങ്കിൽ PSC ആകെ ഓർണമെന്റ് പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്റെ ജീവിതത്തിൽ. ഞാൻ ജോലി വാങ്ങി ഓൾ ഇന്ത്യ ടെസ്റ്റ് എഴുതി റാങ്ക് ലിസ്റ്റ് വന്ന ജോലി കിട്ടിയ ആളാണ്. അപ്പോൾ എനിക്ക് ആ ടെസ്റ്റ് എഴുതുന്നതിന്റെ ബുദ്ധിമുട്ടിനെ പറ്റി അറിയാം. പിന്നെ PSCയുടെ ഈ അടുത്ത കാലത്ത് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഞാൻ റെഫർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ PSC വഴി ജോലി കിട്ടാൻ വലിയ പ്രയാസമാണ്. വായന നല്ലപോലെ വായിക്കാത്ത ആൾക്കാർക്ക് അതിനകത്ത് കടന്നുകൂടാൻ വലിയ പ്രയാസമാണ്. ഇപ്പൊ ശ്രീമതി ജയ പറഞ്ഞത് ഞാൻ കേട്ടു. ശ്രീമതി ജയ പരീക്ഷ എഴുതിയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് PSCയുടെ കുഴപ്പമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ആ ക്വസ്റ്റ്യൻ പേപ്പർ അത്രയ്ക്കും ടഫാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് വന്ന ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് സിവിൽ സർവീസിന് തുല്യമായിട്ടൊക്കെ വരും ആ ചോദ്യക്കടലാസുകളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള PSCയിൽ കടന്നു കയറുക എന്നുള്ളത് എളുപ്പമല്ല. പിന്നെ നമ്മൾ ഈ കേരളത്തില് ഏതൊരു സർക്കാർ ഓഫീസിൽ കയറി ചെന്നാലും പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും അവരെല്ലാം ജോലി വാങ്ങിയത് PSC വഴിയാണല്ലോ. അപ്പൊ അവരെല്ലാം അഴിമതി നടത്തി ജോലി വാങ്ങിച്ചവരാണെന്ന അഭിപ്രായം നമുക്കുണ്ടോ? ഇല്ലല്ലോ. സർക്കാർ ജോലി നമ്മളിപ്പോ കാണുന്ന എല്ലാവരും പ്രായമുള്ളവരും ചെറുപ്പക്കാരും എല്ലാവരും നമ്മൾ ഏത് ഓഫീസിൽ കയറി ചെന്നാലും കാണുന്നവരെല്ലാം PSC വഴി കിട്ടിയവരാണ്. അതില് വളരെ ചുരുക്കം ചില ആൾക്കാർ എന്തെങ്കിലുമൊക്കെ വഴിവിട്ട രീതി കൂടെ ചെയ്തിട്ടുണ്ടാവും. എനിക്കറിയാവുന്ന ആൾക്കാർ PSC വഴി ജോലി കിട്ടിയവരുണ്ട്. എന്റെ വീട്ടിലുള്ളവരുണ്ട്. അവർക്കൊന്നും ജോലി കിട്ടിയത് PSC വഴി എന്തെങ്കിലും വേണ്ടാത്ത കാര്യം ചെയ്ത് അങ്ങനെ തെറ്റായ വഴി കൂടെ പോയിട്ടുള്ളതല്ല. പക്ഷെ ഇപ്പൊ നടന്ന കാര്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഷോക്കിംഗ് ആണ്, അത് ഭീകരമാണ്, അത് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. ലക്ഷോപലക്ഷം ആൾക്കാർ ടെസ്റ്റ് എഴുതി ജോലിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെയൊരു സംഭവം നടന്നെന്ന് പറയുമ്പോൾ അവർക്കെല്ലാം വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് അംഗീകരിക്കാനേ പറ്റത്തില്ല. ഇപ്പൊ നോക്കൂ, ഈ സംഭവം നടന്നെന്ന് പറയുന്നത് നേരത്തെ ഗവൺമെന്റ് കാലത്തായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് കൃത്യം അറിയില്ല. സർക്കാരിന്റെ കാലത്താണ് നടന്നത്. എന്തോ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് നടന്നത്. അതെ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് എന്ന് വെച്ചിട്ട് ആ സർക്കാരുള്ളവരോ സർക്കാരിന്റെ മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ ഒന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നവരാണെന്നും തെളിയിക്കുന്ന ഒരു കാര്യങ്ങളും പുറത്തു വന്നിട്ടില്ല. അപ്പം ഈ കാണിച്ചവര് അവരുടേതായ റിസ്ക് എടുത്ത് ചെയ്ത കാര്യമാണ് എന്ത് ചെയ്തിട്ടുണ്ടെന്നെങ്കിലും. ഇപ്പൊ ഭരിക്കുന്ന ഏതായാലും ഇടതുപക്ഷമല്ല, വലതുപക്ഷമാണ് ഭരിക്കുന്നത്. സതീശനാണ് മുഖ്യമന്ത്രി. അവർക്ക് ഇഷ്ടമുള്ള ഏജൻസിയെ കൊണ്ട് പറ്റുമെങ്കിൽ CBIയെ കൊണ്ട് തന്നെ അന്വേഷിപ്പിച്ച് ഇത് ഇനി ഒരിക്കൽ പോലും ആവർത്തിക്കാത്ത രീതിയിൽ നല്ല നടപടിയെടുത്ത് നല്ല ശിക്ഷ വാങ്ങിക്കൊടുത്ത് മാതൃക കാണിക്കണം. പിന്നെ PSC എന്ന് പറഞ്ഞാല് ഇന്ത്യയിലെ PSCകളിൽ ആകെയുള്ള ജോലി കൊടുത്തിട്ടുള്ളത് നോക്കിയാൽ അതിന്റെ 60% കേരള PSC ആണെന്നാണ് നമ്മൾ റിപ്പോർട്ട് വായിച്ചിട്ടുള്ളത്. അത്രയ്ക്ക് മഹത്തായ ജോലി ചെയ്യുന്ന ഒരു PSCയെ നമുക്ക് അഭിവൃദ്ധിപ്പെടുത്താനും പറ്റില്ല, അതിനെ താറടിക്കാനും പറ്റില്ല. പക്ഷേ തെറ്റ് നടന്നിട്ടുണ്ടെന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഗവൺമെന്റ് ചെയ്യേണ്ടത് ഏറ്റവും നല്ല ഏജൻസിയെ പറ്റുമെങ്കിൽ CBIയെ കൊണ്ട് തന്നെ അന്വേഷിപ്പിച്ച് ഇതിൽ തെറ്റ് ചെയ്തവരെ പുറത്തു കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത് ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കുകയില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ കൃഷ്ണൻകുട്ടി. അതിനകത്ത് ഇന്ത്യയിലെ ആകെ PSCകളിൽ കൂടുതൽ പേർക്ക് ജോലി നൽകുന്ന ഒരു സംവിധാനമാണ് കേരള KPSC എന്ന് പറയുന്നത്. പക്ഷേ അത് ആകെ ജോലികളിൽ 60% നമ്മുടെ കേരള PSC അല്ല നൽകുന്നത്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളെക്കാൾ വലിയ സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ ലഭിക്കുന്നത് പോലെ ഈ 30,000 പേർക്കൊന്നും വർഷം ജോലി ലഭിക്കുന്ന ഒരവസ്ഥ വലിയ സംസ്ഥാനങ്ങളായി ഇപ്പോൾ ഗുജറാത്തോ അല്ലെങ്കിൽ UPയോ പോലുള്ള സംസ്ഥാനങ്ങളൊന്നും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി. ശ്രീ ജിജിയാണ് കോഴിക്കോട് നിന്ന്. ശ്രീ ജിജി, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? സാർ, എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ എക്സാം എഴുതുന്ന ഒരു വ്യക്തിയാണ്, ഞാനും എഴുതലുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇടുമ്പോൾ അതിന് അക്ഷരപ്പിശകൊക്കെ കാരണം കുറെ മാർക്ക് അങ്ങനെ നഷ്ടപ്പെടലുണ്ട്. അതായത് ഒരു 50 ക്വസ്റ്റ്യൻ GK ഉണ്ടാവും. അതിൽ തന്നെ കുറെ എണ്ണം ഇവര് ഇടുന്നതില് കുറെ പെശക് കാരണം ഞങ്ങളോട് അവസാനം പറയും മാർക്കൊക്കെ ഡിലീറ്റ് ചെയ്തു പോയിന്ന്. പിന്നെ ഒരു ഉദ്യോഗാർത്ഥി ആൾക്ക് എന്താ പറയാ ഭയങ്കര വിഷമാവില്ലേ സാർ? അതൊക്കെ ഒരു എക്സാം എന്താ പറയാ ഒരു റാങ്ക് ലിസ്റ്റിലൊക്കെ കയറി പറ്റിയിട്ട് ലാസ്റ്റ് ഇത്രയും മാർക്ക് പോയി പറയുമ്പോൾ ഇത്രയും വിവരമില്ലാത്ത ആൾക്കാരാണ് അവിടെ കുത്തിരിക്കുന്നത്. പിന്നെ PSCയിൽ ഉത്തരം ഒന്ന് വേറെയാണ്, പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ ശരിയായുള്ള ഉത്തരം വേറെ ഉണ്ടാവും. പക്ഷെ PSC പറയുന്ന ഉത്തരമാണ് ശരി. ഇത്രയും കാലമായിട്ട് അങ്ങനെ തുടർന്ന് പോയത്. ഞാൻ ഇത്രയും കാലം എക്സാം എഴുതിയ അനുഭവത്തിൽ പറയാണ്, ഇതൊന്ന് മാറ്റേണ്ടതല്ലേ സാർ? ഇങ്ങനെയൊക്കെ ഒന്ന് എന്താ പറയാ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാം മന്ത്രിയുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് ഉദ്യോഗാർത്ഥിയുടെ
ആശങ്ക കൂടിയാണ് ശ്രീമതി ജിജി പ്രകടിപ്പിച്ചത്. ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? യുവതികളുടെ ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള ഒരു സ്ഥാപനത്തിന്മേൽ ഇത്തരത്തിൽ വിശ്വാസ്യത രാഹിത്യം വരുന്നത് നല്ലതാണ്? അയ്യോ, ഇതൊരു വളരെ കേൾക്കുമ്പോൾ വളരെ ഇത് കുറെ കാലങ്ങളായിട്ട് നടക്കുന്ന ബാബു. PSC നിയമനം മാത്രമല്ല, നമ്മൾ നോക്ക് BCOമിന് പരീക്ഷ എഴുതാൻ ആൾക്കാർ MCOമിന് ചേർന്ന്. ഇപ്പോ PM മാർഷോന്റെ ഇപ്പൊ കല്യാണം കഴിച്ച ആ വിദ്യോ അവരെ കഥ കണ്ടില്ലേ? 2 സ്ഥലത്ത് ശമ്പളം വായിക്കുക. ഇത് കുറെ കാലങ്ങളായിട്ട് ഇവിടെ ഡിഗ്രി ആയിക്കോട്ടെ, ഇപ്പൊ കുറെ ആൾക്കാർ ഇപ്പൊ നമ്മുടെ ഡോക്ടറേറ്റ് ഡിഗ്രി ഒക്കെ കൃത്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ നമ്മള് തിരുവനന്തപുരത്ത് ലോ കോളേജിൽ പോയി പാർട്ടിക്കാരാണെങ്കിൽ ആര് പോയി ചേർന്നാലും അവിടെ LLBന്റെ കടലാസ് കിട്ടി കഴിയും. ഈ തരത്തിൽ നമ്മളെ ഇത് മൊത്തം നശിപ്പിച്ചാണ്. ഇനിയെങ്കിലും ഉള്ള ഗവൺമെന്റ്, ഇനി ആരും ആയിക്കോട്ടെ, ഇവരെല്ലാരും കണക്കാണ്. ഇനിയിപ്പോ ഈ അടുത്ത വർഷത്തിൽ പറയണ്ട, ഇപ്പൊ ഇവർ കുറച്ച് നോക്കോ, ഇതിപ്പോ അറിയില്ല, 6 മാസം കഴിയുമ്പോൾ അറിയാം ഇവരെന്തൊക്കെ കാട്ടി കൂട്ടുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ ഈ മക്കളോടെ ഓർത്ത് ഓരോരുത്തർ കഷ്ടപ്പെട്ട്, എന്റെ മോളും PSC പരീക്ഷ എഴുതുന്ന എത്രയോ ആൾക്കാർ കഷ്ടപ്പെട്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യില്ല. നിങ്ങളുടെ മക്കൾക്ക് ഇതൊന്നും ഉതകൂല. ഈ ജോലി വാങ്ങിക്കൊടുത്താൽ ഇത് ഏറ്റവും തോന്നിയവാസമാണ്. ഇനിയെങ്കിലും ആവർത്തിക്കുക. ഈ പാവങ്ങൾ ഈ കുഞ്ഞു മക്കളെ ശാപം ഉണ്ടല്ലോ, എനിക്ക് ശാപത്തിൽ വിശ്വാസമില്ല. ഈ കുഞ്ഞു മക്കളെ അവരെ മനസ്സറിഞ്ഞ് ഇതായി കഴിഞ്ഞാൽ നിങ്ങളെ മക്കൾക്ക് കേൾക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളുടെ മക്കൾക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കാൻ ആരും മെനക്കാറില്ല. ഇനിയെങ്കിലും ഇതൊരു എല്ലാ അഴിമതിയും പുറത്തു കൊണ്ടുവന്ന് ഇവര് കുറ്റക്കാരെ ശിക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇപ്പൊ ഭരിക്കുന്ന കോൺഗ്രസ് ആണല്ലോ. ഇവരെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർ നിയമത്തിന് മുമ്പ് കൊണ്ടുവരികയും ഇതിന് കാരണക്കാരെ കൂട്ടുന്ന ആൾക്കാരൊക്കെ ശിക്ഷിക്കപ്പെടാനുള്ള സംവിധാനം ഉണ്ടാക്കട്ടെ എന്ന് മാത്രമേ പറയുള്ളൂ. നിരമ്പാവൂ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഉദയനാണ്, എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഉദയൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു സംശയം ഉയരുന്നത് അതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? നമസ്കാരം. 2021 പോലീസിന്റെ ലിസ്റ്റും ഉണ്ടായിരുന്നു, രാഷ്ട്രീയ സർവന്റിന്റെ ലിസ്റ്റും ഉണ്ടായിരുന്നു. അതിൽ കുറെ ചെറുപ്പക്കാരും യുവതികളും മുട്ടിലിടഞ്ഞവരെയും സമരം ചെയ്തു, ഒരു കുടുംബത്തോടുകൂടി സമരം ചെയ്തിട്ടുണ്ട്. അതൊന്നും പരിഗണിച്ചിട്ടില്ല. അന്ന് ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരാണ് ഇന്നത്തെ പ്രതിപക്ഷം. ഈ സമയത്ത് അവരെ പരിഗണിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഹലോ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീ ഉദയൻ. അപ്പം മുമ്പ് കടന്നുപോയ ഒരു PSC ടെസ്റ്റിൽ ഇനി അവരെ പരിഗണിക്കുക എന്നുള്ളത് നിയമപരമായി കഴിയുന്ന ഒന്നല്ല. അത്തരം പരീക്ഷകളുടെ നിൽക്കുന്ന ആളുകളെ പുതിയ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് കഴിയില്ല. അത് കൂടി അറിയിക്കുകയാണ്. നമുക്ക് ചില മോഹനാണ് ചോറ്റാനിക്കരയിൽ. ശ്രീ മോഹനൻ, താങ്കൾ ഒരു നിമിഷം ഒന്ന് ക്ഷമിക്കാതെ ഒരു വേഗത്തിൽ യൂട്യൂബിലെ 1-2 കമൻറ്റുകൾ കൂടി നമുക്ക് വായിക്കേണ്ടതുണ്ട്. ശ്രീ മോഹനൻ, താങ്കൾ കേൾക്കാമോ? കേൾക്കാം സാർ, കേൾക്കാം. എന്നാൽ താങ്കൾ പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞിട്ട് നമുക്ക് വായിക്കാം. നമസ്കാരം മനു. നമസ്കാരമുണ്ട്. അതായത് നമ്മുടെ കേരളത്തിലെ യുവവാക്കളുടെ ഏറ്റവും വളരെ സ്പർശിക്കുന്ന ഒരു വിഷയമാണ് താങ്കൾ എടുത്തിരിക്കുന്നത്, സംസാരിക്കുന്നത്. ഇതിന്റെ സീരിയസ് വളരെ ഗൗരവമുള്ളതാണെന്ന് പ്രത്യേകം പറയാൻ. കാരണം ഇതിൽ ഞാൻ 100% PSC കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷെ എന്തെയോ ചില അപാകതകളൊക്കെ ഉണ്ട്. കാരണം ഇതിന്റെ ഈ ബോർഡ് മെമ്പർമാരിൽ നിന്നൊക്കെ ചില പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടെന്നുള്ളതാണ് പൊതുവെ നാട്ടിൽ പറഞ്ഞു കേൾക്കുന്നത്. വ്യക്തമായ തെളിവുൾപ്പെടെയല്ല പറയുന്നത്, കേട്ട കാര്യം പറയാണ്. എന്തായാലും ഇതിലൊരു ആൾക്കാരുടെ അതിന്റെ ഒരു നിഷ്പക്ഷത കാത്തു സൂക്ഷിക്കേണ്ട അത്യാവശ്യമാണ്. അതിന് വേണ്ട നടപടികൾ വേണ്ടപ്പെട്ടവർ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്രയും എനിക്ക് പറയാനുള്ളൂ. ശരി, എന്തായാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഇതിനകത്ത് ഒന്ന് കുറേ ആളുകൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഈ പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കണം എന്നുള്ളതാണ്. നമ്മൾ സ്ഥിരം വിളിക്കുന്ന ആളുകളാണെന്ന് കരുതി അവർ വിളിക്കുമ്പോൾ നിങ്ങളെന്നാൽ ഇന്ന് വിളിക്കേണ്ട എന്ന് പറയുന്നത് നമുക്ക് കഴിയുന്നില്ല. അതൊരു ശരിയല്ല, നിലപാടല്ല എന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വരുന്ന കോളുകൾ ആ ക്രമത്തിലെടുക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടേതായ ഏതെങ്കിലും തരത്തിൽ ഒരാളെ ഒഴിവാക്കണം അല്ലെങ്കിൽ ഇന്നയാളെ ഉൾപ്പെടുത്തണമെന്നൊന്നുമില്ല. ചിലർ വളരെ മോശമായ രീതിയിൽ സംസാരിച്ച ചില ആളുകളെയൊക്കെ ചിലപ്പോൾ അവരുടെ കോളുകൾ പിന്നീട് വരുമ്പോൾ അവർ പേര് മാറ്റി വിളിക്കുമ്പോഴായാലും ശബ്ദം കേട്ടാൽ അറിയാമെങ്കിൽ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അല്ലാതെ അപ്പുറത്തേക്ക് മഹാഭൂരിപക്ഷം വരെയും നമ്മളങ്ങനെ ചെയ്യാറില്ല. എന്തായാലും PSCയുടെ ഇത് സംബന്ധിച്ച ഈ ക്രമക്കേടുകൾ സംബന്ധിച്ച ആരോപണത്തിൽ എല്ലാവരും ആശങ്ക പ്രകടിപ്പിക്കുക തന്നെയാണ്. കടുത്ത ഇടതുപക്ഷക്കാരായ പ്രേക്ഷകരടക്കം വിളിച്ചിട്ട് ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് ഗൗരവമായ അന്വേഷണം വേണമെങ്കിൽ CBI അന്വേഷണമെങ്കിൽ അതടക്കം നടത്തണം. ഈ PSCയുടെ വിശ്വാസ്യത നേടിയെടുക്കണം. ഇതിൽ ആരാണ് കുറ്റക്കാരെന്നത് കണ്ടെത്തണം എന്നുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ഒപ്പം കടുത്ത നിരാശ പ്രകടിപ്പിച്ച നിരവധി പേരുണ്ട്. സ്വാഭാവികമാണ്, മലയാളികളെ സംബന്ധിച്ച് ചെറുപ്പക്കാരെ
സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതീക്ഷയാണ് PSC എന്നുള്ളത്, സർക്കാർ ജോലി എന്നുള്ളത്. ആ സർക്കാർ ജോലിക്ക് പഠിച്ച് കുത്തിയിരുന്ന് പഠിച്ച് കഷ്ടപ്പെട്ട് എത്രയോ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളൊക്കെ കളഞ്ഞും അധ്വാനിച്ച് നേടി വരുന്നവരൊക്കെയുള്ള പ്രതീക്ഷ ശുപാർശയില്ലാതെ, സാമ്പത്തിക സ്വാധീനമില്ലാതെ, അല്ലെങ്കിൽ മറ്റ് സ്വാധീനങ്ങളില്ലാതെ, രാഷ്ട്രീയ സ്വാധീനമില്ലാതെ എൻ്റെ കഴിവിൻ്റെ പേരിൽ എനിക്ക് അന്തസ്സായ ഒരു ജോലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കുന്ന ആളുകളാണ്. അവരുടെ ആ പ്രതീക്ഷയ്ക്ക് മേൽ മങ്ങലേൽപ്പിക്കരുത്. അത് വിശ്വാസ്യതയോടുകൂടി നിലനിർത്തേണ്ടത് സർക്കാരിൻ്റെയും PSCയുടെയും ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഈ സർക്കാർ നിർവഹിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.